Good morning, everyone. Good morning, ma'am. Good morning, ma'am. Yeah, good morning. Okay, good morning to all. So let's start today's class with prayer, start of today, and signing. Okay, start again. Okay. Good morning, ma'am. Good morning, everyone. സ്നേഹസ്വരൂപനം നാദാ നീയല്ലാതാരാളാലംബം പാപങ്ങൾ പോക്കും കാരുണ്യമേ പാടി നിന്നെ വാഴ്ത്താം സ്നേഹസ്വരൂപനം നാദാ നീയല്ലാതാരാലംബം പാപങ്ങൾ പോക്കും കാരുണ്യമേ പാടി നിന്നെ വാഴ്ത്താം ഏകാന്തരാവിൽ ദാഹാർത്തനായി നീ വിരുന്നു വന്നു ആരും കൊതിക്കുന്നൊരത്താഴമേകി ആത്മശാന്തി തന്നു എല്ലാവർക്കും അത്താണിയായി നല്ലോർക്കു നന്മകൾ നൽകി എല്ലാവർക്കും അത്താണിയായി നല്ലോർക്കു നന്മകൾ നൽകി സ്നേഹസ്വരൂപന നാദാ നീയല്ലാതാരാളാലംബം പാപങ്ങൾ പോക്കും കാരുണ്യമേ പാടി നിന്നെ വാഴ്ത്താം. Thank you. Okay, Titi. Yeah, then. Silent. Good morning, everyone. This is Ashwati Dev, and I welcome you all to our class. We can start our class with joy and excitement to learn. Today's class is conducted by Ashwati ma'am. Welcome, Ashwati ma'am. Welcome to our beautiful class. Okay. Then. Hi, everyone. I am Nasira Jamshir. Today's thought. If you have a dream, never let go of it. Chase it till the end. നിങ്ങൾക്കൊരു സ്വപ്നമുണ്ടെങ്കിൽ അത് നിങ്ങൾ ഒരിക്കലും ഉപേക്ഷിക്കരുത്. അവസാനം വരെ അതിനെ പിന്തുടരുക. Make yourself your own competition. Strive to be better than yesterday, and you will find the true essence of life. You are smarter, braver, and much more stronger than you think. Okay, Nasira. Yeah, അപ്പൊ നിങ്ങൾ ഈ തോട്ട് ഓഫ് ഡേ എന്ന് പറയുമ്പോൾ ഈ തോട്ട് നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യണം കേട്ടോ. ഓക്കെ, വെറുതെ പറയിപ്പിക്കുന്നല്ലേ തോന്നുന്നു. എല്ലാവരും അത് ഫോളോ ചെയ്യാം. ഓക്കെ, ഓരോ തോട്ട്സും ഫോളോ ചെയ്യാൻ നോക്കാം. ഓക്കെ, then പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? Hope you are doing well. Okay, then അവിടെ മഴയൊക്കെ എങ്ങനെയാണ്? മഴയൊക്കെ ഉണ്ടോ? മഴ ഇത്തിരി നേരത്തെ നല്ല മഴ വലിയ കുഴപ്പമില്ല. നമ്മുടെ അവിടെ മഴ എനിക്കറിയാൻ പറ്റും. നമ്മളെ പേര് നാട്ടുകാരാണല്ലോ. ഓക്കെ, എന്തോ ചോദിക്കാൻ വന്നല്ലോ ഞാൻ. ഒരു കാര്യം. സോ നമ്മള് മാക്സിമം ഇംഗ്ലീഷ് ക്ലാസ്സിൽ ഇംഗ്ലീഷ് പ്രയർ ചൊല്ലാൻ നോക്കണം കേട്ടോ. ഇന്ന് ഇംഗ്ലീഷ് ക്ലാസ് അല്ല, അത് ഓക്കെയാണ്. പക്ഷെ മാക്സിമം അങ്ങനെ ചെയ്യാൻ നോക്കണം കേട്ടോ. എല്ലാവരോടും കൂടിയാണേ. അങ്ങനെയെങ്കിൽ നമുക്ക് ഇംഗ്ലീഷ് പാട്ടൊക്കെ പാടാലോ. ഓക്കെ, കുറച്ച് നമ്മൾ ഫ്ലുവൻസ് ആയിരിക്കും. ചിലപ്പോ ഫ്ലുവൻസ് ആകാൻ ചാൻസ് അല്ല ഫ്ലുവൻസ് ആകും. ഓക്കെ, മാക്സിമം പുതിയ പാട്ടൊക്കെ നോക്കി വെക്കും. പ്രയറൊക്കെ ഇംഗ്ലീഷ് പ്രയറൊക്കെ നോക്കി വെക്കും. അത് നമുക്ക് പ്രസന്റ് ചെയ്യാം. ഞാൻ അൺഎക്സ്പെക്ടഡ് ആയി കയറി വന്നതാണ്. ഇന്ന് ജിഷംസ് ലീവാണ്, അതുകൊണ്ടാണ്. ഇനിയിപ്പോ നാളെ ജിഷംസ് ആയിരിക്കും കേട്ടോ ക്ലാസ്സിൽ. ഓക്കെ, ഞാനല്ല, നാളെ ജിഷംസ് ആയിരിക്കും. അതുകൊണ്ട് എപ്പോഴും നിങ്ങള് എന്തിനും പ്രിപ്പയർഡ് ആയിട്ടിരിക്കണം. ഓക്കെ, ഇപ്പൊ ഞാനൊരു ടോപ്പിക് തന്നിട്ടുണ്ടായിരുന്നു.
അപ്പൊ നാളെ പ്രസന്റ് ചെയ്യാലോ എന്ന് എല്ലാവരും വിചാരിച്ചിരിക്കുന്ന സമയത്താണ് ഞാൻ ഇത് ജോയിൻ ചെയ്തത് അല്ലെ. അപ്പോ നമ്മള് എപ്പോഴും എന്തിനും റെഡി ആയിട്ടിരിക്കണം. ഓക്കെ, പിന്നെന്താണ്? ആക്റ്റീവ് ആണോ എല്ലാവരും ക്ലാസ്സില്? ആക്റ്റീവ് ആണോ? ആക്റ്റീവ് ആണ്. ആക്റ്റീവ് ആണ്. ഓക്കെ, അപ്പോ നീ എന്താ ചെയ്യണ്ടേ? കണ്ടിന്യൂ ചെയ്യുന്നുണ്ടോ ടോപ്പിക് പ്രസന്റേഷൻ? പറയൂ, കണ്ടിന്യൂ ചെയ്യണോ? റെഡി ആയിട്ടുള്ളവർ ചെയ്യട്ടെ മാം. ഓക്കെ, ആരൊക്കെയാണ് റെഡി ആണോ? ആരെങ്കിലും റെഡി ആണോ എന്ന്? എന്തോന്നും ഉണ്ടാത്തേ? റെഡിയല്ല? എന്താ ചെയ്യണ്ടേ? ടോപ്പിക് പ്രസന്റേഷൻ വേണോ അല്ലെങ്കിൽ ക്ലാസ് എടുക്കണോ? എന്ത് ചെയ്യണം? As your wish. As your wish. No, no, no. As your wish. പറയൂ, നിങ്ങൾക്കൊരു ഒപ്പീനിയൻ ഇല്ലേ? എന്താണെന്നും ഉണ്ടാത്തെ? എന്ത് പറ്റി? മാം ആരും ഇല്ലെങ്കിൽ ക്ലാസ് എടുക്കാം. ഞാൻ റെഡി ആയിട്ടില്ല, കാരണം ക്ലാസ് ഇന്ന് മിസ്സിന്റെ ക്ലാസ് ആണെന്ന് അറിയില്ലായിരുന്നു. അപ്പൊ ക്ലാസ് എടുക്കാം. ക്ലാസ് എടുക്കാം. ഓക്കെ, അപ്പൊ ഇനി ടോപ്പിക് പ്രസന്റേഷൻ ഇല്ല. നെക്സ്റ്റ് വീക്ക് എല്ലാവരും പ്രിപ്പയർ ചെയ്തിട്ട് വരും കേട്ടോ. ഓക്കെ, ഇതാണ് മടിയായി തുടങ്ങിയ എല്ലാവർക്കും. ഇതില് റെസ്പോണ്ട് ചെയ്തു. മടിയാണോ? പ്രസന്റേഷൻ ഒക്കെ മടിയുണ്ടോ? കുറച്ച് ക്ലാസ് ഉണ്ടായിരുന്നില്ലല്ലോ മാം, അപ്പൊ എല്ലാവരും ചെറിയൊരു മടി പിടിക്കും, ലേസ്നെസ്. മടി കൂടെ കുറവാണല്ലേ? ഇന്നലെ ക്ലാസ് ഉണ്ടായില്ല, അതിന്റെ ചെറിയൊരു മടി ഉണ്ടായിരുന്നു. അപ്പൊ മടി പിടിക്കില്ല കേട്ടോ. എന്താണെങ്കിലും മടിച്ചുകളാവല്ലേ ആരും. ഓക്കെ, കാരണം നമുക്ക് അത്രയും ഇമ്പോർട്ടന്റ് ആയ ടോപ്പിക് ആണത്, കോൺഫിഡൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അതുകൊണ്ട് മടി അതിന്റെ ഒരു ഭാഗമായിട്ട് മാറി. മടിയും എന്ന് പറയുന്നതും കോൺഫിഡൻസും തമ്മിൽ കുറച്ച് കണക്ഷൻ ഉണ്ട് അല്ലേ? ഓക്കെ, ഒരു കാര്യം ചെയ്യട്ടെ ഞാൻ. മലയാളത്തിലെ കോൺഫിഡൻസിനെ കുറിച്ച് സംസാരിക്കാൻ ആരൊക്കെ റെഡിയാണ്? അപ്പൊ ഇത് മൊത്തത്തിൽ മടിയാണ് അല്ലെ? ഇംഗ്ലീഷ് ആണെങ്കിലും മലയാളം ആണെങ്കിലും സംസാരിക്കാൻ താല്പര്യമില്ല എന്നാണ് പറഞ്ഞു തരുന്നത്. ഓക്കെ, മനസ്സിലായി എനിക്ക്. അപ്പൊ അതൊക്കെ പോട്ടെ, നമ്മൾ എവിടെ വരെ എടുത്തു എന്ന് പറഞ്ഞേ ക്ലാസ്? അതാണെങ്കിലും ഓർമ്മയുണ്ടോ? അഡ്വർബ് ഫ്രേസ്, അഡ്വർബ് ക്ലോസ്. അഡ്ജക്റ്റീവും അഡ്വർബും കംപ്ലീറ്റ് ആയി അല്ലെ? രണ്ടും കഴിഞ്ഞല്ലോ. രണ്ടിന്റെ മോക്ക് ടെസ്റ്റ് കഴിഞ്ഞില്ലേ? അത് കഴിഞ്ഞു. അപ്പൊ നമ്മള് നൗൺ, then verb, അതിനുശേഷം നമ്മൾ പോയത് അഡ്ജക്റ്റീവിലേക്ക് പോയി, അതിനുശേഷം അഡ്വർബിലേക്ക് പോയി അല്ലെ? നമ്മൾ ഒരു ചാപ്റ്റർ വേണ്ടാന്ന് പറഞ്ഞു, അതായത് നൗൺ ക്ലോസ് ആൻഡ് ഫ്രേസ്. നൗൺ ക്ലോസ് ആൻഡ് ഫ്രേസ് നമ്മൾ വേണ്ടാന്ന് വെച്ചു അല്ലെ? ഇമ്പോർട്ടന്റ് അല്ല, എക്സാം അത്രയും ക്വസ്റ്റ്യൻസ് വന്ന് കണ്ടിട്ടില്ല, അതുകൊണ്ട് നമ്മളത് ക്യാൻസൽ ചെയ്തു. പിന്നെ ഉള്ളത് നമുക്ക് ഇനി എടുക്കാനുള്ളത് പ്രിപ്പോസിഷൻ ആണ് കേട്ടോ. ഓക്കെ, കാരണം ഇപ്പൊ ഒബ്ജക്റ്റീവ് ആഡ്വർബ് കഴിഞ്ഞു, നൗണും പ്രോനൗൺ കഴിഞ്ഞു, വെർബ് കഴിഞ്ഞു. വെർബ് എന്തൊക്കെയാണെങ്കിൽ ഞാൻ ജസ്റ്റ് ഞാൻ പറഞ്ഞു തന്നു. ഇനിയിപ്പോ പ്രിപ്പോസിഷൻ എടുക്കാം. പ്രിപ്പോസിഷൻ എടുത്തതിന് ശേഷം നമുക്ക് നേരെ ടെൻസിലേക്ക് പോവാം. എന്നാൽ മാത്രം നമുക്ക് ടെൻസിലേക്ക് പോകാൻ പറ്റും. ഓക്കെ, അതുകൊണ്ട് പ്രിപ്പോസിഷൻ എടുക്കാം കേട്ടോ. So take your notebook and write down the heading, the chapter name, preposition. Unit 10, the preposition. Okay. നോട്ട്ബുക്ക് ഒക്കെ എടുത്ത് റെഡി ആയിരിക്കും. എനിക്കിപ്പോ വരാം.
ഓക്കെ അപ്പൊ പ്രിപ്പോസിഷൻ ആണ്. പ്രിപ്പോസിഷൻ എന്ന് പറയുന്നത് എന്താണ്? നിങ്ങൾക്ക് എല്ലാവർക്കും ഫെമിലിയർ ആണല്ലേ? ഓരോ വേർഡ്സും ഓരോ ചെറിയ വേർഡാന്ന് പറയാൻ പറ്റില്ല അല്ലെ? അപ്പോ ഓരോ പ്രിപ്പോസിഷൻ ഒക്കെ ഫെമിലിയർ ആണ്. നമുക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജില് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഒരു പോർഷൻ ആണ് ഈ പ്രിപ്പോസിഷൻ എന്ന് പറയുന്നത്. നമ്മൾ പൊതുവെ മിസ്റ്റേക്സ് വരുന്നതും ഈ ഒരു പോർഷനിലാണ്. കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്തില്ലെങ്കിൽ നമ്മുടെ സെന്റൻസിന്റെ മീനിങ് തന്നെ മാറിപ്പോകും. കാരണം അത്രത്തോളം നമുക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട് ഈ പ്രിപ്പോസിഷന്. സോ ഇനിയെങ്കിലും ഇത്രയും നാളെ നമുക്ക് അറിയില്ലായിരുന്നു എന്ന് വെക്കാം, പക്ഷെ ഇനിയെങ്കിലും കറക്റ്റ് ആയിട്ട് പഠിക്കണം. സോ മാക്സിമം ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരിക്കാൻ നോക്കുക, ക്ലാസ് മിസ്സാകാതെ നോക്കുക, ലൈവ് ക്ലാസ്സിൽ എപ്പോഴും ജോയിൻ ചെയ്യാൻ നോക്കുക. ഓക്കെ, സോ പ്രപ്പോസിഷൻ എന്ന് പറയുന്നത് ഒരു ലിങ്കിങ് വേർഡ് ആണെന്ന് പറയാം. ഓക്കെ, noun or pronoun. Preposition is a word that link to a noun or pronoun with the other words in the sentence. Okay, noun അല്ലെങ്കിൽ pronoun മറ്റു വേർഡ്സ് ആയിട്ട് ലിങ്ക് ചെയ്യുന്ന ലിങ്കിങ് വേർഡ് ആണ്. ജസ്റ്റ് പഠിക്കാൻ പറയാം. ഓക്കെ, അപ്പോ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന എല്ലാവരും എന്താണ്? പ്രപ്പോസിഷൻ ആണ്. ഇത് മാത്രമല്ല, ഒരുപാട് പ്രപ്പോസിഷൻ ഉണ്ട് കേട്ടോ, ഒരുപാട്. സോ എല്ലാ പ്രപ്പോസിഷനും നമുക്ക് ക്ലാസ്സിൽ പറയാൻ പറ്റില്ല. ഓക്കെ, അതിന് നമുക്ക് ക്ലാസ് പോരാണ്ട് വരും. ഓക്കെ, സോ നമുക്ക് അത്യാവശ്യം വേണ്ട കുറച്ച് ബേസിക് ആയിട്ടുള്ള നമ്മള് മാക്സിമം മോസ്റ്റ്ലി യൂസ് ചെയ്യുന്ന കുറച്ച് പ്രപ്പോസിഷൻ മാത്രമേ നിങ്ങൾ ടെക്സ്റ്റിൽ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തിട്ടുള്ളൂ. സോ അത് മാത്രമേ ഞാൻ ക്ലാസ്സിൽ എടുക്കുന്നുള്ളൂ കേട്ടോ. ഇപ്പോ അത് പറയുകയാണെങ്കിൽ ഏതൊക്കെയാണ്? അറ്റ്, ഓൺ, ഇൻ, ഡ്യൂറിങ്, ബൈ, ഫോർ, സിൻസ്, ബിറ്റ്വീൻ. ഇത്രയും പ്രപ്പോസിഷൻ ആണ്. ഓക്കെ, ഇത്രയും പ്രപ്പോസിഷൻ ആണ് നമ്മൾ ടെക്സ്റ്റിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളൂ. അപ്പോ അത് മാത്രമേ നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും പ്രപ്പോസിഷൻ കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഇതല്ലാതെ ഇപ്പൊ എക്സ്പ്ലെയിൻ ചെയ്യുന്ന പ്രപ്പോസിഷൻ അല്ലാതെ ഏതെങ്കിലും പ്രപ്പോസിഷൻ കൺഫ്യൂസിംഗ് ആണ്, അല്ലെങ്കിൽ കുറച്ച് അതിനെ കുറിച്ച് അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചോദിക്കുക, നമുക്കത് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ക്ലിയർ? ഓക്കെ, ഞാൻ നിങ്ങൾക്ക് ഒരു വർക്ക് തരട്ടെ. ഓക്കെ, റെഡിയാണോ നിങ്ങള്? ഞാൻ എന്ത് വർക്ക് തന്നാലും നിങ്ങൾ അത് അക്സെപ്റ്റ് ചെയ്യില്ലേ? ചെയ്യും. ഓക്കെ, യെസ്, യാ, ഓക്കെ. അപ്പോ ഒരു കാര്യം ചെയ്യൂ ടീച്ചേഴ്സ് ഒരു കാര്യം ചെയ്യൂ. നമുക്ക് എത്ര പ്രപ്പോസിഷൻ ഉണ്ട് ഇപ്പോ? ഐ തിങ്ക് 1 2 3 4 6 7 8 പ്രപ്പോസിഷൻ we have. സോ ഇത് നിങ്ങൾ ക്ലാസ് എടുക്കേണ്ടി വരും. ഓക്കെ ആണോ? ഇതിൽ ഫസ്റ്റ് പ്രപ്പോസിഷൻ ഞാൻ എങ്ങനെയാണ് പറഞ്ഞു തരേണ്ടതെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരും. അതായത് ഇൻ പ്രപ്പോസിഷൻ ഇൻ പ്രപ്പോസിഷൻ ഞാൻ പറഞ്ഞുതരാം. ഏതെങ്കിലും ഒരു പ്രപ്പോസിഷൻ നിങ്ങൾ ഇതിൽ പറയുന്ന ഏതെങ്കിലും ഒരു പ്രപ്പോസിഷൻ ഞാൻ ഇപ്പൊ ക്ലാസ്സിൽ പറഞ്ഞുതരാം. ഓക്കെ, ഏത് വേണം എന്ന് പറഞ്ഞേ? ഏത് പ്രപ്പോസിഷൻ ഞാൻ ഇപ്പൊ ക്ലാസ്സിൽ പറയണം? പറയൂ. യെസ്, ഓൺ പറഞ്ഞുതരാം കേട്ടോ. അപ്പൊ ഓൺ പ്രപ്പോസിഷൻ ക്ലാസ്സിൽ നിന്ന് ഞാൻ പറഞ്ഞുതരാം. അത് എങ്ങനെയൊക്കെയാണ് പറയേണ്ടതെന്നും എങ്ങനെയാണ് ക്ലാസ്സിൽ അത് നിങ്ങൾക്ക് എങ്ങനെ അത് മനസ്സിലാക്കി തരേണ്ടത് ഇപ്പൊ ഞാൻ പറയുന്നത് ഏകദേശം ഐഡിയ കിട്ടും. സോ പിന്നെയുള്ള 7 പ്രപ്പോസിഷനും നിങ്ങൾ ക്ലാസ്സിൽ ആസ് എ ടീച്ചർ ആയിട്ട് പ്രസന്റ് ചെയ്യണം, ക്ലാസ് എടുക്കണം. ഓക്കെ, ഓക്കെ ആണോ ടീച്ചേഴ്സ്? എവിടെ ടീച്ചേഴ്സ്? എവിടെ? ഓക്കെയാണ്. ഓക്കെയാണ്. നിങ്ങളോട് ടീച്ചർ എന്ന് പറയുന്ന ഒരു വ്യക്തി പുറത്തോട്ട് വരട്ടെ. ഓക്കെ, അപ്പോ ആരൊക്കെയാണ് ക്ലാസ് എടുക്കാൻ റെഡി ആയവരെന്ന് പേര് ടെക്സ്റ്റ് ചെയ്തേ? റെഡി ആയവര് ക്ലാസ് എടുക്കാൻ ഓക്കെയാണ് മിസ്സേ എന്ന് റെഡി ആയവര് പേര് ടെക്സ്റ്റ് ചെയ്യൂ കേട്ടോ. ചെയ്യൂ. മിസ്സേ ക്ലാസ് എടുക്കാൻ ഓക്കെയാണ്, പക്ഷെ അടുത്ത വീക്ക് ഞാൻ ക്ലാസ്സിൽ ഉണ്ടാവില്ല. ചെയ്യാം. റെഡിയാണ്? ഓക്കെ, സിൻസി റെഡിയാണ്. സിൻസി പേര് ടെക്സ്റ്റ് ചെയ്തോളൂ കേട്ടോ. പേര് ടെക്സ്റ്റ് ചെയ്യുമല്ലോ, ഞാൻ മറന്നു പോകും. അതാണ്, പേര് ടെക്സ്റ്റ് ചെയ്യും. മാം ഇതിൽ ഏതാ മാം ക്ലാസ് എടുക്കേണ്ടത്? അത് ഞാൻ പറയാം. ഓക്കെ, ആദ്യം പേര് പറയൂ കേട്ടോ. ഇന്നല്ല നോ ഇന്നല്ല കേട്ടോ. ആ ഒരു ടെൻഷൻ വേണ്ട. ഇന്നല്ല, സമയമുണ്ട് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യുന്ന സമയം ഞാൻ തരാം.
ഓക്കെ മതി 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 കേട്ടോ, ഇത്രയും പേര് മതി. ഇതിൽ രണ്ടുപേരെ വെച്ച് നമുക്ക് ഗ്രൂപ്പ് ആക്കാം. ഓക്കെ, ഒരു ഗ്രൂപ്പില് രണ്ടുപേരെ വെച്ച് നമുക്കൊരു ഗ്രൂപ്പ് ആക്കാം കേട്ടോ. ഫസ്റ്റ് ഗ്രൂപ്പ്, ഞാൻ പറയുന്ന ഗ്രൂപ്പ് മെമ്പേഴ്സ് നിങ്ങൾ ഓർത്ത് വെക്കുക, ഞാൻ മറന്നു പോകും. ഓക്കെ, ഫസ്റ്റ് ഗ്രൂപ്പ് നമ്പർ 1. ഗ്രൂപ്പ് നമ്പർ 1 സിൻസി ആൻഡ് ശ്രുതി. ഓക്കെ, ഗ്രൂപ്പ് നമ്പർ 1 സിൻസി ആൻഡ് ശ്രുതി. ഓർത്ത് വെക്കുക ആരൊക്കെ ഗ്രൂപ്പിലുണ്ട് എന്ന് നിങ്ങൾ ഓർത്ത് വെക്കണം കേട്ടോ. Then ഗ്രൂപ്പ് നമ്പർ 1 സിൻസി നെക്സ്റ്റ് ക്ലാസ്സിൽ ഉണ്ടാവില്ലെന്നല്ലേ പറഞ്ഞേ? അത് നെക്സ്റ്റ് വീക്ക് ആണോ സിൻസി? ഈ വരുന്ന ക്ലാസ്സിൽ ഉണ്ടാവൂല, അടുത്ത നെക്സ്റ്റ് വീക്ക് വന്നത്. നെക്സ്റ്റ് വീക്ക്. ഓക്കെ, അപ്പൊ ഗ്രൂപ്പ് നമ്പർ 1 സിൻസി വേണ്ട. അപ്പോ ശ്രുതി ആൻഡ് റേച്ചൽ. ശ്രുതി ആൻഡ് റേച്ചൽ ഗ്രൂപ്പ് നമ്പർ 1. ഓക്കെ, നോട്ട് ചെയ്ത് വെച്ചോളൂ. ശ്രുതി ആൻഡ് റേച്ചൽ ഗ്രൂപ്പ് നമ്പർ 1. ഗ്രൂപ്പ് നമ്പർ 2 ആതിര ആൻഡ് ടെസ്സി. ആതിര ആൻഡ് ടെസ്സി ഗ്രൂപ്പ് നമ്പർ 2. ഗ്രൂപ്പ് നമ്പർ 3 അസീന ആൻഡ് രേണു. അസീന ആൻഡ് രേണു ഗ്രൂപ്പ് നമ്പർ 3. ഓക്കെ, പറയുന്നത് കറക്റ്റ് ആയിട്ട് നോട്ട് ചെയ്ത് വെക്കൂട്ടോ. കാരണം ഇപ്പൊ പറയുന്ന ഗ്രൂപ്പിനെ ഒന്നും ഞാൻ ഓർക്കാൻ ചാൻസ് വളരെ കുറവാണ്, പേരൊന്നും ഓർക്കില്ല ഞാൻ, അതുകൊണ്ടാണ്. ഗ്രൂപ്പ് നമ്പർ 3 കേട്ടല്ലോ, അസീന ആൻഡ് രേണു. ഗ്രൂപ്പ് നമ്പർ 4 സ്നേഹ ആൻഡ് അശ്വതി. ഗ്രൂപ്പ് നമ്പർ 4 സ്നേഹ ആൻഡ് അശ്വതി. And group number 5 Famida and Tanzira. Group number 4 Famida and Tanzira. Group number 4 alla, group number 5 alle. Yeah, 5. And group number 6 Afila and Misha. Group number 6 Afila and Misha. Group number 7 Devi and Nasira. Okay, Devi and Nasira. Okay ആണല്ലോ? Yes. അപ്പൊ സിൻസി നെക്സ്റ്റ് ക്ലാസ്സിൽ ആരൊക്കെയാണ് ക്ലാസ് എടുക്കാൻ നോക്കട്ടെ, എന്നിട്ട് അതിനുശേഷം ഏതാണ് പ്രിപ്പോസിഷൻ ബാലൻസ് ഉള്ളതെന്ന് വെച്ചാൽ ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യും കേട്ടോ. ഓക്കെ ഓക്കെ മാം. ഓക്കെ, അപ്പോ എത്ര ഗ്രൂപ്പ് ആയി ഇപ്പോ? 7. സോ എല്ലാവരും ഓർമ്മയുണ്ടല്ലോ? ഗ്രൂപ്പ് മെമ്പേഴ്സ് എല്ലാവരും ഓർമ്മയില്ലേ? അറിയാലോ, നിങ്ങൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇനി ഓരോ ഗ്രൂപ്പിനും ഓരോ ടോപ്പിക് തരാം, അതും ഓർത്തേക്കും. ഫസ്റ്റ് ഗ്രൂപ്പ് നമ്പർ 1 അറ്റ്. Preposition at. Okay. Group number 2 in. Group number 2 in. Group number 3 during. Group number 3 during. Group number 4 by. And 5th for. 6 since. And the last group 7 between. Group number 7 between. Okay ആണോ? ക്ലിയർ അല്ലേ? മാം ഞാൻ എന്തോ 5ഉം 6ഉം ഒന്നുകൂടെ പറയാവേ, ശ്രദ്ധിച്ചിരിക്കുക. ഗ്രൂപ്പ് നമ്പർ 1 അറ്റ്. ഗ്രൂപ്പ് നമ്പർ 2 ഇൻ. ഗ്രൂപ്പ് നമ്പർ 3 ഡ്യൂറിംഗ്. ഗ്രൂപ്പ് നമ്പർ 4 ബൈ. ഗ്രൂപ്പ് നമ്പർ 5 ഫോർ. ഗ്രൂപ്പ് നമ്പർ 6 സിൻസ്. ആൻഡ് ഗ്രൂപ്പ് നമ്പർ 7 between. Okay. മാം പേര് എഴുതിയിടാൻ പറഞ്ഞപ്പോ കുട്ടി കാരനോട് എടുക്കാൻ പോയി കഴിഞ്ഞു, വന്നപ്പോ ഗ്രൂപ്പ് പറയണതൊക്കെ വെച്ചാൽ
ഓക്കെ, നമുക്ക് നമുക്ക് വേറൊരു പ്രപ്പോസിഷൻ ഞാൻ പറയാട്ടോ. അതില് നിങ്ങൾ രണ്ടുപേരും ആഡ് ചെയ്യാം. പേര് മറിയം എന്നാണ് കേട്ടോ പ്രൊഫൈല്. മറിയം എന്നല്ലേ? ആണോ? അതെ അതെ. ഓക്കെ, അപ്പൊ മറിയോ സിൻസിനെയും രണ്ടുപേരെ ഒരു ഗ്രൂപ്പിൽ ഞാൻ ആഡ് ചെയ്യാം. ഓക്കെ ഓക്കെ, അപ്പോ ടോപ്പിക് മനസ്സിലായല്ലോ? ഓരോരുത്തർക്കും മനസ്സിലായല്ലോ? ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എടുക്കാം കേട്ടോ. എല്ലാവരുടെയും ടീച്ചിങ് വേ ഓഫ് ടീച്ചിങ് വ്യത്യാസമുണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ എടുക്കുന്ന പോലെയെല്ലാം നിങ്ങൾ എടുക്കുക, വ്യത്യാസം ഉണ്ടാകും. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ആസ് എ ടീച്ചർ, നിങ്ങൾ ടീച്ചറാണ്, ക്ലാസ് എടുക്കുന്ന ടൈമിൽ നിങ്ങൾ സ്റ്റുഡന്റ് അല്ല, ടീച്ചറാണെന്ന് മനസ്സിലാക്കാം. ആ ഒരു രീതിയിൽ വേണം ക്ലാസ് എടുക്കാൻ. ഓക്കെ, ഇവര് ഡൗട്ട് ഒക്കെ ചോദിക്കും, ബാക്കിയുള്ള സ്റ്റുഡൻസ് എല്ലാം ഡൗട്ട് ചോദിക്കും. സോ അതെല്ലാം ക്ലിയർ ചെയ്ത് കൊടുക്കേണ്ടത് ടീച്ചറുടെ ഉത്തരവാദിത്തമാണ്. ഓക്കെ, എന്താണ് രേണു എന്തോ ചോദിക്കാൻ വരുന്നു? നോ, രേണു കേൾക്കുന്നുണ്ടോ? ഉണ്ട് മാം. എന്തെങ്കിലും ചോദിക്കാമെന്നാണോ? അല്ലല്ല, മൈക്ക് ഓൺ ആയതാ. ഓക്കെ ഓക്കെ, മാം അതെ. രണ്ടുപേരും ഒരു ഗ്രൂപ്പാണല്ലോ, അപ്പൊ രണ്ടുപേരും ഡിസ്കസ് ചെയ്തിട്ട് ഒന്ന് തന്നെയാണോ അത് പ്രസന്റ് ചെയ്യേണ്ടത്, അതോ രണ്ടുപേരും രണ്ടായിട്ടാണോ? എങ്ങനെയാണെന്ന് മനസ്സിലായില്ല. അതായത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. അപ്പൊ ഞാനതൊരു ക്ലാസ്സില് ഞാൻ ഇതേപോലെ ഗ്രൂപ്പ് ആക്കി. ഓക്കെ, ഒരു ബാച്ചിൽ ഇതുപോലെ ഒരു ഗ്രൂപ്പ് ആക്കി അവർക്ക് ടോപ്പിക് കൊടുത്തു. പക്ഷെ ഞാൻ അവരോടൊന്നും പറഞ്ഞിരുന്നില്ല എങ്ങനെ ക്ലാസ് എടുക്കണം, ക്ലാസ് എടുക്കാൻ പറഞ്ഞിരുന്നു. പക്ഷെ അവർ ചെയ്ത ഐഡിയ എനിക്ക് ഇഷ്ടമായി. കാരണം അതില് ഒരാള് ടോപ്പിക്കിനെ കുറിച്ച് പറഞ്ഞു, മറ്റൊരാള് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചു, മൂന്നാമതൊരാള് സ്റ്റുഡൻസിന്റെ ക്വസ്റ്റ്യൻസിന് അതായത് ഡൗട്ട്സ് ക്ലിയർ ചെയ്യാൻ നിന്നു. മനസ്സിലായോ? അപ്പൊ 3 പേർക്ക് 3 ഡ്യൂട്ടി കിട്ടി. അതെല്ലാം അവര് ചെയ്തതാണ്, ഞാൻ പറഞ്ഞു കൊടുത്തല്ല. അപ്പൊ എനിക്ക് പറയാനുള്ളത് അത് തന്നെയാണ്. ഇപ്പൊ 2 പേരുണ്ടെങ്കിൽ അതില് ഒരാൾക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാം. എന്താണ് എന്താണ് പ്രപ്പോസിഷൻ, എന്താണ് എങ്ങനെയൊക്കെ യൂസ് ചെയ്യാം എന്നൊരാൾക്ക് പറഞ്ഞു കൊടുക്കാം. മറ്റൊരാള് ഉണ്ടെങ്കിൽ അയാൾക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാമല്ലോ. കാരണം പറഞ്ഞ കാര്യം മനസ്സിലായോ ഇല്ലയോ എന്നറിയുന്നത് ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോഴാണ് അല്ലെ. അപ്പൊ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ടൊക്കെ വന്നിട്ട് അതൊക്കെ ചോദിക്കാം. അപ്പൊ ആ പോർഷൻ അത് ക്ലിയർ ആകും. എടുക്കുന്ന ടീച്ചറിനാണെങ്കിലും കേൾക്കുന്ന സ്റ്റുഡൻസിനാണെങ്കിലും 2 പേർക്കും വളരെ വ്യക്തമായിട്ട് ആ ടോപ്പിക്ക് മനസ്സിലാവും. ഓക്കെ, ഇനി 2 പേരും കൂടി ചേർന്ന് തന്നെ അവരുടെ ക്വസ്റ്റ്യൻസ്, അതായത് അവർക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അതെല്ലാം ക്ലിയർ ചെയ്യാം. ഓക്കെ, ഗ്രൂപ്പിൽ 2 ഗ്രൂപ്പ് മെമ്പേഴ്സ് ഉണ്ടല്ലോ, സോ 2 പേരും കൂടെ അത് ക്ലിയർ ചെയ്യാൻ നോക്കാം. അത് ഒരാൾ മാത്രമല്ല, 2 പേരും കൂടെ ക്ലിയർ ചെയ്യാം. അപ്പൊ 2 പേർക്ക് അതിൻ്റെതായ ഡ്യൂട്ടി ഉണ്ടല്ലോ. ഒരാള് പഠിക്കുക, ഒരാൾ മാത്രമല്ല, 2 പേരും അറിഞ്ഞിരിക്കണം. ഇപ്പോ ടോപ്പിക് ഏതാണോ ആ ടോപ്പിക്കിനെ കുറിച്ച് 2 പേരും അറിഞ്ഞിരിക്കണം. 2 പേരും ഡിസ്കസ് ചെയ്തിട്ട് വേണം ഇതെല്ലാം പ്രസന്റ് ചെയ്യേണ്ടത്. കാരണം ഇങ്ങനെയൊക്കെയാണ്. ഇപ്പൊ അച്ഛ ആണെങ്കിൽ എടുക്കുകയാണെങ്കിൽ അച്ഛ എവിടേക്കാണ് യൂസ് ചെയ്യാം, എന്താണ് അച്ഛനെ കുറിച്ച് എന്തൊക്കെ പറയാൻ പറ്റും എന്ന് നിങ്ങൾ 2 പേരും ഡിസ്കസ് ചെയ്തിട്ട് ആരിത് പറയണം ക്ലാസ്സിൽ, ആര് പ്രസന്റ് ചെയ്യണം നിങ്ങൾ തന്നെ തീരുമാനിക്കാം. എന്നിട്ട് ആര് പിന്നെ ക്വസ്റ്റ്യൻസ് ഒക്കെ ആരാ പറയാ, ക്വസ്റ്റ്യൻസ് ഒക്കെ ആരാണ് അവർക്ക് പറഞ്ഞു കൊടുക്കുക, അതൊക്കെ ആൻസേഴ്സ് ഒക്കെ നോക്കുക ആരാണ്. നിങ്ങൾ തമ്മിലൊരു കമ്മ്യൂണിക്കേഷൻ വേണം. അത് ഡിസ്കസ് ചെയ്തിട്ട് പ്രസന്റ് ചെയ്യാൻ വരും ക്ലാസ്സിൽ. ഏകദേശം ഒരു ഐഡിയ കിട്ടിയില്ലേക്കോ? ഇങ്ങനെയാണ് കേട്ടോ ചെയ്യാം. അപ്പൊ നിങ്ങൾ പരസ്പരം നിങ്ങൾക്ക് പഠിക്കുകയും ചെയ്യാം. കാരണം ഇപ്പൊ ഞാനത് പറയുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. ഇപ്പൊ ഞാൻ ഒരു ടോപ്പിക് തരുന്നാല് ഇപ്പോ പ്രപ്പോസിഷൻ അത്രത്തോളം ഇമ്പോർട്ടന്റ് ആയ ഒരു ടോപ്പിക് ആണ്, പോർഷൻ ആണെന്ന് ഞാൻ പറഞ്ഞു. സോ അത് നിങ്ങൾ ക്ലാസ് എടുക്കുമ്പോ നിങ്ങൾ ഇത് ഒരിക്കലും മറക്കില്ല. മനസ്സിലായോ? അതാണ് ഇതിന്റെ ഗുണം. ഞാൻ ക്ലാസ് എടുക്കുന്ന പോലെയല്ല. നിങ്ങൾ ക്ലാസ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഈ പോർഷൻ അത്രത്തോളം മനസ്സിലാവും. എവിടെ നിന്ന് ഡൗട്ട് ചോദിച്ചാൽ നിങ്ങൾക്ക് അത് പറയാൻ പറ്റും. കാരണം നിങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടി പഠിക്കുകയാണ് ഇപ്പോ. മനസ്സിലായോ? ഇപ്പൊ ക്ലാസ് എടുക്കണമല്ലോ എന്നൊരു ടെൻഷൻ നിങ്ങൾക്ക് ഉണ്ട്, ഓട്ടോമാറ്റിക് ആയിട്ടൊരു ടെൻഷൻ ഉണ്ട്. ക്ലാസ് നന്നാവോ എന്ന ടെൻഷൻ ഉണ്ട്, നന്നായി എടുക്കണം എന്ന് ആഗ്രഹമുണ്ട്. സോ അതിനു വേണ്ടി നിങ്ങൾ മാക്സിമം ഹാർഡ് വർക്ക് ചെയ്യും. ഓക്കെ, ഇപ്പൊ ഞാൻ ടോപ്പിക് കോൺഫറൻസ് ടോപ്പിക് തന്നു, അത് ജസ്റ്റ് പ്രസന്റ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. പക്ഷേ ക്ലാസ് എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല. നിങ്ങൾക്ക് അതിൽ കുറച്ച് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. കാരണം നിങ്ങൾക്ക് അത് ക്ലിയർ ആവണം, നിങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ ക്ലിയർ ആകണം എന്നൊക്കെ നിങ്ങൾക്ക് അറിയാം. സോ അതിനുവേണ്ടി നിങ്ങൾ മാക്സിമം ഹാർഡ് വർക്ക് ചെയ്യും. ഒരു നല്ലൊരു ടീച്ചർ എങ്ങനെയൊക്കെയാണ് പ്രസന്റ് ചെയ്യുക എന്നൊക്കെ നിങ്ങൾ നോക്കി സെർച്ച് ചെയ്ത് വളരെ നന്നായിട്ട് നിങ്ങൾ പ്രസന്റ് ചെയ്യും. അതെനിക്കറിയാം. അതിനൊരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഈ പോർഷൻ ഒരിക്കലും മറക്കില്ല, ഈ ചാപ്റ്റർ പോലും മറക്കില്ല നിങ്ങൾ. ഇതിന് മാർക്കുണ്ടോ മാം? ഇതിന് മാർക്കുണ്ടോ?
ഇതിന് മാർക്കൊന്നുമില്ല. എന്തിനാ മാർക്ക്? ഓക്കെ, നിങ്ങൾക്ക് ഏറ്റവും വലിയ മാർക്ക് എന്നത് മറക്കില്ല നിങ്ങള്. കാരണം അത്രത്തോളം ഇംഗ്ലീഷിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ കുറച്ച് കാര്യങ്ങളാണ് ഈ പ്രപ്പോസിഷൻ. അത് ഒരിക്കലും നിങ്ങൾ മറക്കില്ല. അതാണ് നിങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു ബെനിഫിറ്റ്. ഓക്കെ, ഇപ്പോഴും ഞങ്ങളുടെ ബാച്ചില് ഞാൻ എന്തൊരു ക്ലാസ് എടുക്കാൻ പറഞ്ഞ വേറെ ടോപ്പിക് ആണ്. പ്രപ്പോസിഷൻ അല്ല, വേറൊരു ചാപ്റ്റർ ആണ് ഞാൻ കൊടുത്തത്. അത് ഞാൻ എടുക്കേണ്ടി വന്നിട്ടില്ല. ആ ചാപ്റ്റർ ഞാൻ എടുത്തിട്ടേ ഇല്ല. ക്ലാസ്സിൽ വെറുതെ ഇരുന്നുള്ളൂ. അവർ തന്നെ ക്ലാസ് എടുത്തു, അവർ തന്നെ ക്വസ്റ്റ്യൻ ചോദിച്ചു, അവർ തന്നെ ഡൗട്ട് ക്ലിയർ ചെയ്തു. ഭയങ്കര സന്തോഷമായി ഇത് കണ്ടപ്പോ. എനിക്ക് ഭയങ്കര രസമായിട്ട് അവർ ക്ലാസ് എടുത്തു. അപ്പോ അവര് പിന്നീട് എന്നോട് പറഞ്ഞ കാര്യമാണ്, ആദ്യം അവർക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. മിസ് ഇങ്ങനെ ക്ലാസ് എടുക്കാൻ, മിസ് പറഞ്ഞതാ, ഞങ്ങൾക്ക് അറിയില്ല, ഇതിനെ കുറിച്ചൊന്നും ഞങ്ങൾക്ക് അറിയില്ല എന്ന് പറഞ്ഞ ആൾക്കാരാണ്. സോ സ്വയം വന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിച്ച് ക്ലാസ് എടുത്തതിന് ശേഷം പിന്നീട് അവർ പറഞ്ഞത്, മിസ് ഇത് ഞങ്ങൾ ഒരിക്കലും മറക്കില്ല മിസ് എന്ന് പറഞ്ഞു. കാരണം അത്രയും ഞങ്ങൾക്ക് അത് അറിയാം. മിസ് ഇപ്പൊ ചിലപ്പോൾ മിസ് എടുത്താൽ അറിയണം എന്നുണ്ടായിരുന്നില്ല, പക്ഷെ അറിയില്ല അങ്ങനെ. പക്ഷെ ഞങ്ങളത് പഠിച്ച് ക്ലാസ് എടുത്തപ്പോ ഇതുവരെ, അതായത് ഇപ്പോ ഞാൻ പഠിപ്പിച്ച നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ അവർക്ക് ഏറ്റവും കൂടുതൽ അറിയാവുന്ന ഒരു ടോപ്പിക് അവര് പഠിപ്പിച്ച ടോപ്പിക്കാണ്. മനസ്സിലായോ? അപ്പോ ഞാൻ നോക്കിയപ്പോ ശരിയാണ്, ഞാൻ പഠിപ്പിക്കുന്നതിനേക്കാളും നല്ലത് പഠിപ്പിക്കില്ലെന്നല്ല കേട്ടോ, ഞാൻ ഇതിന്റെ കൂടെ എന്നും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു, ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവില്ല, അങ്ങോട്ടും പോവില്ല. ഓക്കെ, സോ എന്റെ ഒരു ഹെൽപ്പ് എപ്പോഴും ഉണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഒരു മെന്റർ ആണ്, അല്ലെ, നിങ്ങളെ സഹായിക്കാൻ വേണ്ടി ഇരിക്കുന്ന ഒരു വ്യക്തി മാത്രമാണ്. ഓക്കെ, അപ്പോ മാക്സിമം നിങ്ങളെ കൊണ്ട് തന്നെ എല്ലാം ചെയ്യിപ്പിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്ന അങ്ങനെയാണ്. സോ അത് നിങ്ങൾക്ക് നല്ലതാണ് കേട്ടോ. അതിന് വേണ്ടിയാണേ, അല്ലാണ്ട് എനിക്ക് ക്ലാസ് എടുക്കാൻ വേണ്ടി ചെയ്യാൻ പറ്റും അങ്ങനെയൊന്നും അല്ലാണ്ട് ചിന്തിക്കരുത് അങ്ങനെയൊന്നും. ഓക്കെ, സോ നിങ്ങൾ ഒരു പ്രാവശ്യം നിങ്ങൾ ക്ലാസ് എടുത്ത് നോക്കൂ, എന്നിട്ട് നിങ്ങൾ അത് മാറ്റി പറയുകയാണെങ്കിൽ ഓക്കെ നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാം ഈ പ്രോസസ്സ്. വളരെ രസമാണത്. കാരണം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും ക്ലാസ് എടുക്കുമ്പോൾ. പഠിപ്പിക്കാൻ പോകണല്ലോ, എന്നാലും നിങ്ങൾ പഠിപ്പിക്കാൻ പോകണം. ഇന്റേൺഷിപ്പ് ഒക്കെ വരുന്നുണ്ട്. അപ്പൊ ക്ലാസ് എടുക്കല് ഇപ്പോഴേ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ആ ടൈമിൽ നിങ്ങൾ റിലാക്സ്ഡ് ആയിട്ടും നല്ല കൂൾ ആയിട്ടും നിങ്ങൾ ക്ലാസ് എടുക്കും. ഓക്കെ, അതുകൊണ്ട് ടെൻഷനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അങ്ങനെ ഉണ്ടാകും, സ്വാഭാവികമാണ്. ഫസ്റ്റ് ടൈം എടുക്കുമ്പോൾ അതിന്റെ ടെൻഷനൊക്കെ നമുക്ക് വരും. അതൊക്കെ അങ്ങനെ നിർത്താം, ഫീൽ ചെയ്യാം. ഓക്കെ, അപ്പൊ കോൺഫിഡൻസ് എന്താണെന്നൊക്കെ മനസ്സിലാവും. ഇപ്പൊ നന്നായിട്ട് ക്ലാസ് എടുക്കുക, ക്യാമറ ഓൺ ചെയ്ത് ക്ലാസ് എടുക്കുക, ഒരു പേടിയും വേണ്ട. ഓക്കെ, ക്ലിയർ ആണ്? ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ക്ലാസ്സിനെ കുറിച്ചോ? എങ്ങനെയൊക്കെയാണ്? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായോ? ഓക്കെ ആണ്? നിങ്ങള് റെഡിയാണ്? ഓക്കെ, അപ്പൊ ഒരു കാര്യം ചെയ്യൂ. ഇതിപ്പോ ഇത്രയും പ്രപ്പോസിഷൻ നമ്മൾ പറഞ്ഞു. ഇനി നിങ്ങൾക്ക് ഇത് കൂടാതെ ഏതെങ്കിലും പ്രപ്പോസിഷനൊക്കെ അറിയണമെന്നുണ്ടോ? ഒരുപാട് പ്രപ്പോസിഷൻ ഉണ്ട് നമുക്ക്. ഇപ്പൊ പറയുകയാണെങ്കിൽ ഫ്രം, ടു, പിന്നെന്താണ്, ഫ്രം ടു തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് അല്ലെ, നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. സോ പിന്നെ ഏതെങ്കിലും പ്രപ്പോസിഷൻ ബിസൈഡ്, ആറ് പ്രപ്പോസിഷൻ അല്ലേ? പ്രപ്പോസിഷൻ അല്ല കേട്ടോ, ഓക്സിലറി ആണ്. ഓക്കെ, ഓക്സിലറീസ് ഒക്കെ ഞാൻ ടെൻസ് എടുക്കുമ്പോൾ പറഞ്ഞുതരാം കേട്ടോ, മനസ്സിലാവും. അപ്പൊ വേറെ ഏതെങ്കിലും പ്രപ്പോസിഷൻ ഡൗട്ട് ഉണ്ടോ? ആലോചിച്ച് നോക്കിയേ. ഓർ പ്രപ്പോസിഷൻ ആണോ? ഓർ, 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 ആണോ? അപ്പോ കാരണം അല്ലെങ്കിൽ ഞാൻ ഒരു പ്രപ്പോസിഷൻ പറയാം. കാരണം സിൻസി ആൻഡ് മറിയം രണ്ടുപേർക്ക് ആഗ്രഹമുണ്ട് ക്ലാസ് എടുക്കാനായിട്ട്. സോ അവർക്ക് ഒരു ടോപ്പിക് കൊടുക്കുക. സോ നമുക്കൊരു കാര്യം ചെയ്യാം. 2. ഓക്കെ, മറിയം ആൻഡ് സിൻസി ഗ്രൂപ്പ് നമ്പർ 8. 2 ആണ് പ്രപ്പോസിഷൻ. ഓക്കെ മാം. നിങ്ങൾ റെഡി ആയിക്കോളൂ. ഓക്കെ, അപ്പോ എല്ലാവർക്കും ആയല്ലോ. അണ്ടറോ? അണ്ടർ നമുക്ക് പിന്നെ പറഞ്ഞാൽ മതി. അണ്ടർ താഴെ എന്ന മീനിങ് ആണ്. പിന്നെ ഒരു കാര്യമുണ്ട് കേട്ടോ, പ്രപ്പോസിഷൻ എന്ന് പറയുമ്പോ ഇപ്പോ അണ്ടർ എന്ന് പറഞ്ഞല്ലോ, താഴെ അണ്ടർ എന്ന് പറയാം. അതിന് വേറെ ഒരു വേർഡ് യൂസ് ചെയ്യാലോ, ബിലോ യൂസ് ചെയ്യാം. മനസ്സിലായോ? അപ്പൊ അങ്ങനെ നമുക്ക് ഒരുപാട് അങ്ങനത്തെ സിമിലാരിറ്റി ഉള്ള കുറച്ച് പ്രിപ്പോസിഷൻസ് ഉണ്ട് കേട്ടോ. അതൊക്കെ ഞാൻ പതുക്കെ എപ്പോഴെങ്കിലൊക്കെ ഞാൻ പറഞ്ഞുതരാൻ പറ്റും. എന്തായാലും ക്ലാസ് മുന്നോട്ട് പോട്ടെ. ഓക്കെ, read that. ഇതൊന്നും പ്രപ്പോസിഷൻ അല്ലല്ലോ. ഓഫ്, ഓഫ് ഓക്കെയാണ്. ഓവർ, ഓവർ, എബവ്, ഇതൊക്കെ ഏകദേശം സിമിലർ ആണ്. ഓക്കെ, അപ്പോ ഇനി ഞാൻ എന്റെ ക്ലാസ് എടുക്കണ്ടേ?
എനിക്ക് പറഞ്ഞത് ഏതാണ്? ഓൺ ആണ്. ഓക്കെ, നിങ്ങൾ എനിക്ക് തന്ന പ്രിപ്പോസിഷൻ ഓൺ ആണ് കേട്ടോ. അപ്പൊ നമുക്ക് ഓണിലേക്ക് പോവാം. നിങ്ങൾ നോട്ട്ബുക്ക് എടുക്കുക, ഓൺ എന്ന ഹെഡിങ് എഴുതാം. പ്രിപ്പോസിഷൻ ഓൺ. ഓണിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തൊക്കെ അറിയാം? എന്തെങ്കിലും അറിയോ നിങ്ങൾക്ക്? ഓൺ എവിടെ യൂസ് ചെയ്യണമെന്നൊക്കെ അറിയോ? പൊതുവെ ഇത് കറക്റ്റായിട്ട് അറിയില്ല ആർക്കും, ശരിയല്ലേ? നമ്മൾ എവിടേക്കാണ് പ്രിപ്പോസിഷൻ യൂസ് ചെയ്യേണ്ടത് ആർക്കും അറിയില്ല. മാം കഴിഞ്ഞ ക്ലാസ്സിൽ ചോദിച്ചില്ലേ ബസ്സിൽ പോകുമ്പോ നമ്മൾ എന്താ പറയണ്ടേന്ന്? അത് നോക്കിയായിരുന്നു. ഐ എം ഓൺ ദി ബസ്. കിട്ടി മാം. അത് വലിയ വാഹനങ്ങൾക്കൊക്കെ നമ്മൾ അങ്ങനെയാണോ പറയുന്നത്? ബിഗ് വെഹിക്കിൾസ് അല്ലേ? ഓക്കെ. വലിയ വാഹനങ്ങൾക്ക് നമ്മൾ ഇങ്ങനെ പറയാം. നമുക്ക് നിൽക്കാനും നടക്കാനൊക്കെ പറ്റുന്ന വലിയ വാഹനങ്ങളുണ്ടല്ലോ. അതായത് ലോറി നിൽക്കാനും നടക്കാനും പറ്റില്ലെങ്കിലും ലാർജ് വെഹിക്കിളിന്റെ കൂടെ എപ്പോഴും നമ്മൾ ഓൺ ആണ് യൂസ് ചെയ്യുക. ഓക്കെ, കാരണം നമ്മൾ പൊതുവെ പറയുന്ന കാര്യമല്ലേ ആം ഇൻ ദ ബസ്. ഞാനൊക്കെ പറഞ്ഞിരുന്നത് അങ്ങനെയാണ് കേട്ടോ. നിങ്ങൾ പറഞ്ഞില്ലെങ്കിൽ ഞാൻ പറഞ്ഞിരുന്നത് അങ്ങനെയാണ് ആം ഇൻ ദ ബസ്. പക്ഷെ തെറ്റാണ്. ഫ്ലൈറ്റ്, ട്രെയിൻ ഒക്കെ പറയാം. അതിന്റെ കൂടെ ഒക്കെ നമുക്ക് ഓൺ യൂസ് ചെയ്യാം കേട്ടോ. അപ്പൊ ലാർജ് വെഹിക്കിളിന്റെ കൂടെ ഓൺ യൂസ് ചെയ്യാം. സോ ഓരോ പോയിന്റ് വൈസ് ആയിട്ട് എഴുതിട്ടോ. ഓൺ ഹെഡിങ് കൊടുത്തില്ലേ? ഓരോ പോയിന്റ് ആയിട്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ ഓരോ പോയിന്റ് ആയിട്ട് എഴുതും. നമ്മൾ എവിടെയൊക്കെ യൂസ് ചെയ്യും? അതായത് ഡേയുടെ കൂടെ നമ്മൾ യൂസ് ചെയ്യും കേട്ടോ. ഡേ മീൻസ് മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ ഡേ ആണ്. ഡേയുടെ കൂടെ യൂസ് ചെയ്യും. ഡേറ്റിന്റെ കൂടെ യൂസ് ചെയ്യും. ഒന്നുകൂടി പറഞ്ഞ ഇപ്പൊ പറഞ്ഞത് എന്താന്ന് ക്ലിയർ ആയില്ല. ഞാൻ ഓരോന്ന് ടെക്സ്റ്റ് ചെയ്യുന്നത് കേട്ടോ. ഡേ ആൻഡ് ഡേറ്റ് ഇതിന്റെ കൂടെ നമ്മള് എന്താണ് ഓൺ പ്രിപ്പോസിഷൻ യൂസ് ചെയ്യും. നേരത്തെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാവേ. അതിന് നിങ്ങൾ പോയിന്റ് വൈസ് ആയിട്ട് എഴുതും. ദെൻ ലാർജ് വെഹിക്കിൾ, then surface, media. Date, large vehicle, surface, media. ഓക്കെ, ഇതിന്റെ കൂടെ നമ്മൾ ഓൺ യൂസ് ചെയ്യും. Then ഹോളിഡേ പറയാൻ നമ്മൾ ഓൺ യൂസ് ചെയ്യും. അത് ഓൾറെഡി ഒരു ഡേറ്റ് ആയതുകൊണ്ടാണ് കേട്ടോ. ഡേറ്റ് ആയതുകൊണ്ട് നമുക്ക് ഹോളിഡേ പറയുമ്പോൾ നമുക്ക് ഓൺ യൂസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇത്രയും പ്ലേസസിലാണ് നമ്മൾ ഓൺ പ്രിപ്പോസിഷൻ യൂസ് ചെയ്യുന്നത്. മെയിൻലി നമ്മൾ യൂസ് ചെയ്യുന്നത് ഇത്രയും പ്ലേസസിലാണ്. ഓക്കെ, ഇനി എക്സ്പ്ലെയിൻ ചെയ്യാം നമുക്ക്. ഇപ്പൊ ഒരു ഡേനെ കുറിച്ച് ഇപ്പോ നമ്മൾ പറയാണ്, നമുക്ക് മൺഡേ മീറ്റ് ചെയ്യാം. ഞാൻ നിങ്ങളോട് പറയാണ് നമുക്ക് ഇനി മൺഡേ മീറ്റ് ചെയ്യാം കേട്ടോ. എന്ന് പറയുമ്പോ എങ്ങനെയാ പറയേണ്ടത്? We will meet on Monday. Yeah, we will meet on Monday. We will meet Monday എന്ന് പറഞ്ഞാലോ കുറച്ച് എന്തൊരു മിസ്സിംഗ് ഉണ്ട് അല്ലെ? അങ്ങനെയും പറയാട്ടോ. ഇനിയിപ്പോ അത് പറഞ്ഞില്ലെന്ന് വേണ്ട. ഇപ്പൊ കമ്മ്യൂണിക്കേഷൻ നമ്മൾ സംസാരിക്കുമല്ലോ അല്ലെ? നമ്മൾ സംസാരിക്കാൻ ഇംഗ്ലീഷ് യൂസ് ചെയ്യുന്നു. നമ്മള് ഡെയിലി ഡേറ്റ് ലൈഫിൽ നമ്മൾ സംസാരിക്കുമ്പോൾ പ്രിപ്പോസിഷൻ ഒന്നും പറയാറില്ല. പൊതുവെ പറയാതെയും സംസാരിക്കാറുണ്ട്. കാരണം നമ്മൾ ആ ടൈമിൽ നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ നോക്കുന്നത് ഒരിക്കലും ഗ്രാമർ അല്ല. ഓക്കെ, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനാണ് കാര്യങ്ങള് അല്ലെ? കാര്യങ്ങൾ കൺവേ ആവണം. നമ്മൾ പറയുന്ന കാര്യം മറ്റുള്ളവർക്ക് കൺവേ ആകണം. അതിനു വേണ്ടിയാണ് നമ്മൾ ലാംഗ്വേജ് യൂസ് ചെയ്യുന്നത്. കമ്മ്യൂണിക്കേഷനിൽ ലാംഗ്വേജ് യൂസ് ചെയ്യുന്നത് അതിനു വേണ്ടിയാണ്. അതിൽ നമ്മൾ നോക്കുന്ന ഗ്രാമർ ആണോ അതോ അവർ പറയുന്ന കാര്യം മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണോ അല്ലെങ്കിൽ ഗ്രാമർ ആണോ നോക്കാം? എന്താ നോക്കാം? ഇപ്പൊ ഞാൻ ഈ മലയാളം പറഞ്ഞ തന്നെ ഒരുപാട് മിസ്റ്റേക്സ് ഉണ്ട്. നിങ്ങൾ എന്റെ മലയാളത്തിൽ മിസ്റ്റേക്സ് ആണോ നോക്കിക്കൊണ്ടിരിക്കുന്നത്? അല്ലെങ്കിൽ ക്ലാസ് ശ്രദ്ധിക്കുകയാണോ ചെയ്യുന്നത്? ക്ലാസ് ശ്രദ്ധിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോഴാണെങ്കിൽ പോലും ഇടക്ക് പ്രിപ്പോസിഷൻ ഒന്നും യൂസ് ചെയ്യാറില്ല പൊതുവെ. വിൽ മീറ്റ് ഓൺ മൺഡേ എന്നും പറയാം, വിൽ മീറ്റ് മൺഡേ എന്നും പറയാം. നിങ്ങൾക്ക് സംഭവം മനസ്സിലായല്ലോ ഞാൻ പറഞ്ഞത്? പ്രിപ്പോസിഷൻ യൂസ് ചെയ്യാതെ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ? അത്രയേ ഉള്ളൂ. പക്ഷേ നമ്മൾ ലിറ്റേർഡിൽ എഴുതുമ്പോഴും കുറച്ച് ആധികാരികമായി ഇതിനെ കുറിച്ച് അറിയണ്ടേ? അപ്പൊ ഒക്കെ നമ്മൾ എന്താണ് പ്രിപ്പോസിഷൻസ് അല്ലാതെ യൂസ് ചെയ്യണം. പ്രിപ്പോസിഷൻസ് മാത്രമല്ല, നമ്മൾ സംസാരിക്കാൻ മിസ് ചെയ്യുന്ന പലതും നമ്മൾ എഴുതുമ്പോഴാണെങ്കിലും നമ്മളിതൊക്കെ അറിഞ്ഞിരിക്കേണ്ടതാണ്. നമ്മൾ അപ്പോ യൂസ് ചെയ്യേണ്ടതാണ്. അല്ലാതെ സംസാരിക്കുന്ന പോലെയാണോ നമ്മൾ ഏതൊരു ലാംഗ്വേജ് എഴുതുന്നത്? പോട്ടെ, എല്ലാ ലാംഗ്വേജും പോട്ടെ, മലയാളം അങ്ങനെയാണോ? നമ്മൾ സംസാരിക്കുന്ന പോലെയാണോ മലയാളം എഴുതാം? നോ മാം, അല്ല. അത്രയുള്ള വ്യത്യാസം കേട്ടോ. അത്രയാണ് ഇംഗ്ലീഷും പറയാനുള്ളത്. എല്ലാവരും പറയില്ലേ ഇംഗ്ലീഷ് സംസാരിക്കണമെങ്കിൽ ഗ്രാമറിന്റെ ആവശ്യമില്ലെന്ന് പറയുന്നത്. ഇത് സത്യമാണ്, ഗ്രാമറിന്റെ ആവശ്യമില്ല. കാരണം ഗ്രാമർ ആരും നോക്കുന്നില്ല അതില്. ഇപ്പൊ ഞാൻ പറയുന്ന മലയാളത്തിലാണെങ്കിൽ നിങ്ങൾ ഗ്രാമർ നോക്കുന്നില്ല. അതുകൊണ്ട് ഏതൊരു ലാംഗ്വേജ് സംസാരിക്കാനും നമുക്ക് ഗ്രാമറിന്റെ ആവശ്യമില്ല. ഓക്കെ,
ഇപ്പോ എനിക്ക് വെള്ളം വേണം എന്ന് പറയുമെങ്കിൽ ഐ വോണ്ട് വാട്ടർ, അല്ലെങ്കിൽ ജസ്റ്റ് ആക്ഷൻ കാണിച്ചാൽ കാര്യം മനസ്സിലാവും. അപ്പോ നമുക്ക് കൺവേ ചെയ്യണമെങ്കിൽ ലാംഗ്വേജും ആവശ്യമില്ല സത്യത്തിൽ, പിന്നെ എന്തിനാണ് ഗ്രാമർ അല്ലെ? സോ അത് അങ്ങനെയല്ല, പക്ഷെ നന്നായിട്ട് പറയണമെങ്കിൽ അല്ലെ, ഇപ്പൊ നമ്മൾ മലയാളം സംസാരിക്കുന്നുണ്ട്, നമുക്ക് മലയാളം എഴുതാനും ബുദ്ധിമുട്ടില്ല, അറിയാം, നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ സംസാരിക്കാൻ മാത്രമല്ല നമ്മൾ മലയാളം പഠിച്ചത്, എഴുതാനും പഠിച്ചിട്ടുണ്ട്, വരയ്ക്കാൻ പഠിച്ചിട്ടുണ്ട്, മലയാളത്തിന്റെ ഗ്രാമർലി ആണെങ്കിൽ എല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് മലയാളം പേടിയില്ല അല്ലെ. പക്ഷെ ഇംഗ്ലീഷോ, ഇംഗ്ലീഷ് എല്ലാം പഠിച്ചിട്ടുണ്ട്, സംസാരിക്കാൻ അറിയില്ല, എന്നാലും എവിടെയൊക്കെ യൂസ് ചെയ്യണമെന്നും കറക്റ്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചിട്ടില്ല. അതാണ് വ്യത്യാസം. സോ ഇതെല്ലാം ഇമ്പോർട്ടന്റ് ആണ്. അതാണ് ഞാൻ പറയുന്നത്, പ്രിപ്പോസിഷൻ എല്ലാം ഇമ്പോർട്ടന്റ് ആണ്. പ്രിപ്പോസിഷൻ മാത്രമല്ല, ഓക്സിലറീസ് ആണെങ്കിൽ എല്ലാം ഇമ്പോർട്ടന്റ് ആണ്. ഇതൊന്നും സംസാരിക്കുന്ന സമയത്ത് നമ്മൾ യൂസ് ചെയ്യാറില്ല, അത് സത്യമാണ്. ഓക്കെ, പക്ഷെ ഇമ്പോർട്ടന്റ് ആണ്, അതുകൊണ്ട് നന്നായിട്ട് പഠിക്കണം. അപ്പോ ഇപ്പൊ ഞാൻ പറഞ്ഞു മീറ്റ് ഓൺ മൺഡേ, ഇങ്ങനെ തന്നെ പറയാം, ഇങ്ങനെ തന്നെ പറയാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പൊ മീറ്റ് ഓൺ മൺഡേ ആൻഡ് ഷി വിൽ കം ബാക്ക് ഓൺ ട്യൂസ്ഡേ. അവള് ചൊവ്വാഴ്ച തിരിച്ചു വരും. അപ്പൊ ഡേയുടെ മുന്നിൽ ഏത് ഡേ ആണോ, എന്ത് കാര്യം ആയിക്കോട്ടെ, ഡേയുടെ മുന്നിൽ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രപ്പോസിഷൻ എപ്പോഴും ഓൺ ആയിരിക്കണം. ഒരിക്കലും ഒന്നും അടയാൻ പാടില്ല, തെറ്റാണ്. ഓക്കെ, ഗ്രാമർലി തെറ്റാണ്. മീറ്റ് ഇൻ മൺഡേ പറയുമ്പോഴും നമുക്കത് തെറ്റായിട്ട് തോന്നുന്നുണ്ട്, പക്ഷെ അത് ഓൾറെഡി ഗ്രാമർലി മിസ്റ്റേക്ക് തന്നെയാണ്. അപ്പൊ ഡേയുടെ മുന്നിൽ എപ്പോഴും ഓൺ യൂസ് ചെയ്യണം. ഓക്കെ, പിന്നെ ഡേറ്റ് ആയിക്കോട്ടെ, ഡേറ്റ് പറയണമല്ലോ. അപ്പൊ ഇത് നമുക്ക് പറയാം, നമുക്ക് 22 മീറ്റ് ചെയ്യാം. ഇങ്ങനെയാ പറയാ, മീറ്റ് ഓൺ 22 ജൂൺ എന്ന് വേണമെങ്കിൽ പറയാം. ജൂൺ 22 നമുക്ക് മീറ്റ് ചെയ്യാം. അപ്പോ ഡേറ്റിന്റെ കൂടെ മാത്രമാണ് കേട്ടോ ഓൺ ചേർക്കേണ്ടത്, മറക്കരുത്. 22 ജൂൺ. ഇവിടെ നമ്മൾ മന്ത് യൂസ് ചെയ്തിട്ടുണ്ട്, പക്ഷെ ആദ്യം വന്ന എന്താണ്, ഡേറ്റ് ആണ് വന്നത്. സോ ഡേറ്റ് ആദ്യം വന്നത് കൊണ്ട് നമ്മൾ എന്ത് യൂസ് ചെയ്തു, അവിടെ ഓൺ യൂസ് ചെയ്തു. മനസ്സിലായോ? അപ്പൊ ഡേറ്റിന്റെ മുന്നിൽ മറക്കരുത്. ഞാൻ മന്തിന്റെ കാര്യമൊന്നും പറഞ്ഞിട്ടില്ല, മന്തിന്റെ മുന്നിൽ യൂസ് ചെയ്യുന്ന പ്രപ്പോസിഷൻ വേറെയാണ്. ഓക്കെ, അപ്പൊ ഡേ ആൻഡ് ഡേറ്റിന്റെ മുന്നിൽ യൂസ് ചെയ്യുന്നത് ഓൺ ആണ്. അതുപോലെ തന്നെ നമ്മൾ ലാർജ് വെഹിക്കിൾ പറഞ്ഞു, ലാർജ് വെഹിക്കിളിന്റെ മുന്നിൽ എപ്പോഴും ഓൺ ആണ് യൂസ് ചെയ്യുക. ഏറ്റവും വലിയൊരു എക്സാമ്പിൾ ആണ് ആം ഓൺ ദി ബസ്. കാർ ആണെങ്കിൽ ഇതല്ല യൂസ് ചെയ്യുന്നത്. ഓക്കെ, കാർ, ജീപ്പ്, അങ്ങനെ ചെറിയ ചെറിയ വെഹിക്കിൾ ആണെങ്കിൽ നമ്മൾ ഒരിക്കലും ഓൺ അല്ല യൂസ് ചെയ്യുക, വേറെ പ്രപ്പോസിഷൻ അതിനുണ്ട്. ഓക്കെ, സോ ലാർജ് വെഹിക്കിളിന്റെ കൂടെ എപ്പോഴും ഓൺ ആണ്. നെക്സ്റ്റ് സർഫേസ്. സർഫേസ് എന്ന് പറയുമ്പോൾ ഒരു പ്രതലാണ് അല്ലെ. പ്രതൽ എന്തും ആവാം. ഇപ്പൊ നിങ്ങളുടെ മുന്നിലിരിക്കുന്ന ടേബിൾ ഉണ്ടെങ്കിൽ ടേബിൾ ഒരു പ്രതലാണ്. ടേബിളിന് മുകളിൽ എന്ത് വെച്ചാലും അതൊരു പ്രതലത്തിന്റെ മുകളിൽ വെക്കുന്നതാണ് അല്ലെ. മൈ ബുക്സ് ആർ ഓൺ ദി ടേബിൾ അല്ലെ. മൈ മൊബൈൽ ഫോൺ ഇസ് ഓൺ ദി ടേബിൾ. എന്റെ മൊബൈല് ടേബിളിലുണ്ട്. ടേബിളിന് മുകളിൽ എന്നാണ് ഉദ്ദേശിക്കുന്നെങ്കിലും ടേബിളിലുണ്ട് എന്നാ നമ്മൾ പറയാം അല്ലെ. ടേബിളിലുണ്ട്, ടേബിളിൽ ഇരിപ്പുണ്ട് കേട്ടോ. മൈ മൊബൈൽ, മൈ ഫോൺ, യുവർ ഫോൺ ഇസ് ഓൺ ദി ടേബിൾ എന്ന് പറയും. ഓക്കെ, അപ്പോ ഏത് പ്രതലായിക്കോട്ടെ, ഇപ്പൊ ടേബിൾ ഞാൻ പറഞ്ഞു, കട്ടിലാണെങ്കിൽ കട്ടില്, ബെഡ് ആണെങ്കിൽ ബെഡ്, ഇതൊക്കെ ഒരു പ്രതലാണല്ലോ അല്ലെ. ഇനിയിപ്പോ നമ്മുടെ ഫ്ലോർ ആണെങ്കിലും ഗ്രൗണ്ട് ആണെങ്കിലും ഇതൊക്കെ സർഫേസ് ആണ്. ഇനിയിപ്പോ അവിടെ വാള്, ഈ കാണുന്ന വാൾ ആണെങ്കിലും ഇറ്റ്സ് ഓൾസോ എ സർഫേസ്. ഇനിയിപ്പോ ഈ വാളിൽ പിക്ചർ ഹാങ് ചെയ്യണമെങ്കിൽ എങ്ങനെയാ പറയാ, പ്ലീസ് ഹാങ് ദിസ് പിക്ചർ ഓൺ ദ വാൾ. ഓൺ ദ വാൾ എന്നാ പറയും കേട്ടോ. അപ്പോ ചുമരാണെങ്കിലും തറയാണെങ്കിലും ടേബിൾ ആണെങ്കിലും എന്തൊരു സർഫേസ് ആണെങ്കിലും അതിന് മുകളിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും അവിടെ യൂസ് ചെയ്യേണ്ടത് ഓൺ ആണ്. ഓക്കെ, ഇനിയിപ്പോ നമ്മുടെ ഷർട്ടില്, ഇപ്പൊ എന്റെ ഡ്രസ്സിൽ എന്തെങ്കിലും തെറിച്ചു എന്ന് വിചാരിക്കൂ, എന്താ പറയാ അതിന്, ഇപ്പോ എന്തെങ്കിലും ഒരു കോഫിയോ ഇപ്പോ ജസ്റ്റ് ഒന്ന് തളിച്ചു എന്ന് പറയുമ്പോൾ സ്പിൽറ്റ് ചെയ്യാന്നാണ്, സ്പിൽറ്റ്. അതൊക്കെ ഞാൻ എക്സാമ്പിൾ ഞാൻ പറഞ്ഞു, നിങ്ങളിപ്പോ ഒന്ന് എഴുതിയെടുക്കണ്ട കേട്ടോ. എല്ലാ എക്സാമ്പിളും ഞാൻ ടെക്സ്റ്റ് ചെയ്യുന്നുണ്ട്, ആ ടൈമിൽ മാത്രം എഴുതിയെടുക്കാം. ഇപ്പൊ ക്ലാസ് ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ, അപ്പോ ഇപ്പൊ പറയാണ് അവൻ എന്റെ ഷർട്ടില് കോഫി തളിച്ചു അല്ലെങ്കിൽ തെറിപ്പിച്ചു എന്നാണെങ്കിൽ he spilled some coffee on my shirt. On my shirt. He spilled some coffee on my shirt. അവന്റെ ഷർട്ടില് കുറച്ച് കോഫി തെറിപ്പിച്ചു. അപ്പൊ എന്തും എല്ലായിടത്തും സർഫേസ് എന്താണോ അവിടെയൊക്കെ നമുക്ക് എന്താണ് ഓൺ പ്രപ്പോസിഷൻ യൂസ് ചെയ്യാം. ഓക്കെ, ഇനി ഞാൻ നിങ്ങളോട് പറയാണ്, ഒരു പേപ്പറിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ പേപ്പറിൽ എഴുതും എന്ന് പറയാണ്. ഞാൻ എന്തായിരിക്കും പറയാ,
Write this down. Write this down on a piece of paper. ഞാൻ പറയുന്ന കാര്യം നിങ്ങൾ പേപ്പറിൽ എഴുതിയെടുക്കൂ എന്നാണ്. എഴുതിയെടുക്കൂ, പേപ്പറിൽ എഴുതിയെടുക്കൂ. Write this down on a piece of paper. പേപ്പറിന്റെ മുകളിൽ എഴുതാന്നാ പറയുന്നത്. പക്ഷെ ഒരു ബുക്ക് ആണെങ്കിലോ ഞാൻ പറയുന്ന കാര്യം ബുക്കിൽ എഴുതൂ എന്നാണ് പറയുന്നതെങ്കിൽ പ്രിപ്പോസിഷൻ മാറും. മനസ്സിലായോ? ബുക്ക് ആണെങ്കിൽ അവിടെ പ്രിപ്പോസിഷൻ എന്ത് വരും? ഇൻ വരും. ഇൻ യുവർ നോട്ട്ബുക്ക്. നോട്ട്ബുക്കിനുള്ളിൽ എഴുതൂ എന്നാ പറയാ. പേപ്പർ അങ്ങനെയാണോ? പേപ്പറിന്റെ മുകളിൽ എഴുതൂ എന്നാ പറയാ. വ്യത്യാസമില്ലേ? മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? യെസ്. അപ്പോ ഇങ്ങനെയൊക്കെയാണ് നമ്മള് ഓൺ യൂസ് ചെയ്യുന്നത് കേട്ടോ. സർഫേസിൽ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഓൺ യൂസ് ചെയ്യുക. ഇനി മീഡിയ, നമ്മുടെ കാണുന്ന എല്ലാവരും എല്ലാ സോഷ്യൽ മീഡിയയും മീഡിയാസ് ആണ്. സോ അവിടെ എല്ലായിടത്തും നമ്മൾ ഓൺ ആണ് യൂസ് ചെയ്യുക. ഇപ്പൊ നിങ്ങള് മൊബൈലിലൊരു റീൽസ് കാണാൻ വിചാരിക്കും, വീഡിയോസ് കാണാൻ വിചാരിക്കും യൂട്യൂബില്, നിങ്ങൾ എന്താ പറയാ? ഐ എം വാച്ചിങ് വീഡിയോ on YouTube or Instagram, anything. ഓക്കെ, ഇതെല്ലാം മീഡിയ ആണ്. ഇനി നിങ്ങൾ ഫോൺ ആണെങ്കിൽ പോലും അവിടെയും നമുക്ക് ഓൺ യൂസ് ചെയ്യാം. ഐ എം വാച്ചിങ് എ വീഡിയോ ഓൺ മൈ ഫോൺ, അല്ലെങ്കിൽ ഐ എം വാച്ചിങ് എ മൂവി ഓൺ മൈ ഫോൺ. ഓൺ ദി ടി വി ആണെങ്കിലും ഓൺ ദി ടി വി. ഐ എം വാച്ചിങ് എ പ്രോഗ്രാം ഓൺ ദി ടി വി. ഓക്കെ, ഇതൊക്കെ നമ്മൾ ഓൺ യൂസ് ചെയ്യാം. ഇപ്പൊ റേഡിയോ ആണെങ്കിലും മ്യൂസിക് ഓൺ റേഡിയോ ഇത് പറയാം. റേഡിയോ ആണെങ്കിൽ, ടി വി ആണെങ്കിൽ, ഇന്റർനെറ്റ് ആണെങ്കിൽ, യൂട്യൂബ്, ഇൻസ്റ്റഗ്രാം, എനിത്തിങ്, എല്ലാ മീഡിയാസും നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഓൺ പ്രിപ്പോസിഷൻ വെച്ചാണ്. ഇപ്പൊ ഹോളിഡേ പറഞ്ഞു അല്ലെ? ഹോളിഡേയിൽ എങ്ങനെയാണ്? ഹോളിഡേ ഇപ്പൊ ക്രിസ്മസ് എന്ന് പറയുന്നത് ഒരു ഹോളിഡേ ആണ്. 25th ഡിസംബറിലാണ് ക്രിസ്മസ് വരാം അല്ലെ? We have decided to visit go to a trip on 25th December. ഒരു ഹോളിഡേ ആണ്. ഓക്കെ, ഡേറ്റ് വന്നാലും ഓൾറെഡി അങ്ങനെയും ചിന്തിക്കാം. ഡേറ്റിന്റെ കൂടെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, അങ്ങനെ നമുക്ക് ചിന്തിക്കാം. ഓക്കെ, അപ്പൊ ഇത്രയും ഞാൻ പറഞ്ഞ പോയിന്റ്സ് എല്ലാം ക്ലിയർ ആണോ നിങ്ങൾക്ക്? ക്ലിയർ ആണോ? കുറച്ച് എക്സാമ്പിൾസ് നമുക്ക് എഴുതാം കേട്ടോ. ഞാൻ ടെക്സ്റ്റ് ചെയ്യുന്നുണ്ട്, കൂടെ എഴുതാം. The teacher asked him to call his parents on Monday. To wash his car on Sunday. Then I'm on the bus. I'm on the train. Then let's hang this picture on the wall. Let's hang this picture on the wall. Write this down on a piece of paper. He spilled some coffee on his shirt. Okay, ഇനി നമ്മള് ഇപ്പോ
നമ്മളിപ്പോ ഓരോ ഫ്ലോർ പറയും അല്ലെ, അപ്പാർട്ട്മെന്റിലൊക്കെ നമ്മൾ പോവുകയാണെങ്കിൽ നമ്മളങ്ങനെ ഫ്ലോറിനെ കുറിച്ച് പറയാറുണ്ട്. ഇപ്പൊ നിങ്ങളുടെ ഏതെങ്കിലും ഒരു ഓഫീസ്, ഇപ്പൊ നിങ്ങളുടെ ഓഫീസ് ഇപ്പോ ഡിപ്പാർട്ട്മെന്റില് അല്ലെങ്കിൽ ഒരു ബിൽഡിങ്ങില് ഇത്ര ഫ്ലോറിലാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഫ്ലോർ പറയുമ്പോഴും നമ്മള് എന്താണ് ഓൺ ആണ് യൂസ് ചെയ്യാം കേട്ടോ. അപ്പൊ മൈ ഓഫീസ് ഇസ് ഓൺ ദ തേർഡ് ഫ്ലോർ. എന്റെ ഓഫീസ് തേർഡ് ഫ്ലോറിലാണ്. മൈ ഓഫീസ് ഇസ് ഓൺ ദ തേർഡ് ഫ്ലോർ. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് നമ്മള് എന്താണ് ഓൺ യൂസ് ചെയ്യാം. പിന്നെ നമ്മുടെ ടി വി പറയുമ്പോൾ ഓൺ ആണ് യൂസ് ചെയ്യാം. ജസ്റ്റ് ഞാൻ പറയുന്നുള്ളൂ കേട്ടോ. ഓൺ ടി വി, ഓൺ റേഡിയോ, on the internet, on YouTube, or I'm watching videos on YouTube. I'm watching videos on YouTube എന്ന് പറയാം. He was watching movie on the TV. അപ്പൊ നമ്മൾ ഇങ്ങനെയൊക്കെയാണ് ഓൺ പ്രപ്പോസിഷൻ മെയിനായിട്ട് യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ നിങ്ങൾ ടെക്സ്റ്റില് ഓൺ ഹോളിഡേ പറയുമ്പോൾ ഓൺ യൂസ് ചെയ്യാന്ന് പറയുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം നമ്മൾ അറ്റ് പറയുമ്പോൾ ഹോളിഡേയിൽ അറ്റ് യൂസ് ചെയ്യാന്ന് പറയുന്നുണ്ട്. സോ ഞാൻ നിങ്ങൾ എല്ലാ പ്രപ്പോസിഷനൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ ഇതിനെ കുറിച്ച് ഞാൻ പറയാം. കാരണം ഓരോ പ്രപ്പോസിഷനും പലതും അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആണ്. ഓൺ പറയുമ്പോൾ എനിക്ക് ചില കാര്യങ്ങൾ ഓൺ പ്രപ്പോസിഷൻ ഞാൻ പറഞ്ഞപ്പോ ചില എക്സാമ്പിൾ പറഞ്ഞപ്പോ എനിക്ക് അതിന്റെ കൂടെ വേറൊരു പ്രപ്പോസിഷനും കൂടെ കണക്ട് ചെയ്ത് പറയേണ്ടി വന്നു. അതായത് ഇൻ പ്രപ്പോസിഷൻ കൂടെ കണക്ട് ചെയ്ത് പറയേണ്ടി വന്നു. സോ അതുപോലെ തന്നെയാണ് പലതും അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ കണക്റ്റഡ് ആണ്. അതിൽ മെയിൻ ആയിട്ട് കണക്ഷൻ ഉള്ളത് ഇൻ, ഓൺ, അറ്റ് എന്നാണ്. ഇത് മൂന്നും അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആണ്. അപ്പോ ഇത് മൂന്ന് പ്രപ്പോസിഷൻ നിങ്ങൾ എല്ലാവരും ഡിസ്കസ് ചെയ്ത് പ്രസന്റ് ചെയ്ത് കഴിയുമ്പോൾ ഞാൻ പരസ്പരം കണക്ട് ചെയ്ത് കുറച്ചുകൂടെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. അപ്പോഴേ മനസ്സിലാകും കേട്ടോ. അല്ലാതെ ഇപ്പൊ ഞാൻ എന്തൊക്കെ പറയാൻ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവണമെന്നില്ല. അത് ഇതിനെ കുറിച്ച് നിങ്ങൾ പഠിക്കും, നിങ്ങൾക്ക് ക്ലിയർ ആകും. ഓക്കെ, സോ ഇപ്പൊ ടെക്സ്റ്റ് അങ്ങനെയൊന്നും ഇരുന്നോട്ടെ, ടെക്സ്റ്റിൽ ഇപ്പൊ നോക്കണ്ട കേട്ടോ. നിങ്ങൾ അല്ലാതെ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾക്ക് റെഫർ ചെയ്യും. ഇങ്ങനെയൊക്കെയാണ് എവിടെയൊക്കെയാണ് യൂസ് ചെയ്യുക. ഒരുപാട് കൺഫ്യൂസിങ് ആക്കുന്ന ഒന്നും പറയാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ജസ്റ്റ് സിമ്പിൾ ആയിട്ട് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ നമുക്ക് അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ മാത്രം പ്രപ്പോസിഷനെ കുറിച്ച് പറയാം. കാരണം നമ്മൾ കേൾക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ കേൾക്കാം. അത് ചിലപ്പോൾ ചിലതൊന്നും മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ളതൊക്കെ ആയിരിക്കാം. സോ അതൊന്നും എടുക്കണ്ട. നമുക്ക് വേണ്ട, നമ്മൾ ബിഗിനേഴ്സ് ആണല്ലോ. അപ്പൊ അത്രയും കാര്യങ്ങൾ നമ്മൾ ഡേ ടു ലൈഫിൽ യൂസ് ചെയ്യുന്നതിനെ കുറിച്ചും ഒക്കെ മാത്രം പറഞ്ഞാൽ മതി കേട്ടോ. അല്ലാതെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞാൽ നമുക്ക് രണ്ടോ കൂട്ടർക്ക് കൺഫ്യൂസിങ് ആകുകയുള്ളൂ. പഠിച്ച കാര്യങ്ങൾ കൂടുതൽ കൺഫ്യൂഷൻ ആയിട്ടിരിക്കാം. അത്രയും വേണ്ട. ഇപ്പൊ ഞാനിപ്പോ ഈ ഓണിനെ കുറിച്ച് പറഞ്ഞല്ലോ, നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ ഓണിനെ കുറിച്ച് നമുക്ക് വേറെ ഒരുപാട് കാര്യങ്ങളൊക്കെ പറയാൻ പറ്റും. പക്ഷെ അതൊക്കെ പറഞ്ഞാല് എന്തിനാ വെറുതെ, നമുക്കത് മനസ്സിലാക്കിയിട്ട് ചിലപ്പോൾ ആവശ്യം ഉണ്ടാവണമെന്നില്ല. ഇത്രയും കാര്യങ്ങൾ നമ്മൾ യൂസ് ചെയ്യേണ്ടതാണ്. ഇത്രയും ഞാൻ പറഞ്ഞ ഓരോ പോയിന്റ് നമുക്ക് യൂസ്ഫുൾ ആണ്. നമ്മുടെ ഡേ ടു ലൈഫിലാണെങ്കിൽ പോലും നമുക്കത് യൂസ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോ ഞാൻ എടുത്ത ഈ പ്രപ്പോസിഷൻ ഓൺ നിങ്ങൾക്ക് മനസ്സിലായോ? നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇനി ക്ലിയർ ആണോ? ഓക്കെ ആണ്, ക്ലിയർ ആണല്ലോ? ഓക്കെ അല്ലേ? യെസ് മാം. യെസ്. അപ്പോ നെക്സ്റ്റ് ക്ലാസ് മുതല് ഗ്രൂപ്പ് നമ്പർ 1 റെഡി ആയിട്ടിരിക്കുക. അതിന്റെ കൂടെ ഗ്രൂപ്പ് നമ്പർ 2 എല്ലാവരും പ്രിപ്പയർ ആയിട്ടിരിക്കുക. കാരണം I came here on my foot. On foot. Yeah, അതും പറയാം. പക്ഷെ വേറെ ഇതിനും പറയാം. പ്രപ്പോസിഷൻ വേറെ യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ ഇപ്പോ സപ്പോസ് എങ്ങാനും ഗ്രൂപ്പ് നമ്പർ 1 നെക്സ്റ്റ് ക്ലാസ്സിൽ ആബ്സെന്റ് ആയെന്ന് വിചാരിക്കും. അല്ലെങ്കിൽ ഗ്രൂപ്പ് നമ്പർ 1 ഏതെങ്കിലും ഒരു മെമ്പർ ആബ്സെന്റ് ആയെന്ന് വിചാരിക്കും. അപ്പോ അവർക്ക് ക്ലാസ് എടുക്കാൻ പറ്റില്ല. അപ്പൊ എന്ത് ചെയ്യണം? ഗ്രൂപ്പ് നമ്പർ 2 അത് ഹാൻഡ് ഓവർ ചെയ്യണം. മനസ്സിലായോ? അവർ ഏറ്റെടുക്കുക, അവർ ക്ലാസ് എടുക്കുക. അതുകൊണ്ട് പറയാനുള്ളത് എല്ലാവരും പ്രിപ്പയർ ആയിട്ടിരിക്കണം. ഒരാളില്ലെങ്കിലും ഒരു ഗ്രൂപ്പ് ഇല്ലെങ്കിലും നിങ്ങൾക്ക് ക്ലാസ് മുന്നോട്ട് പോകണം. മനസ്സിലായോ?
ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ അയ്യോ മിസ് ഞാൻ പ്രിപ്പയർ ആയിരുന്നില്ല മിസ് എന്ന് പറയരുത്. ക്ലാസ് ആണ്, ക്ലാസ് അങ്ങോട്ട് മുന്നോട്ട് പോകണം കേട്ടോ. അതുകൊണ്ട് അങ്ങനത്തെ എക്സ്ക്യൂസ് ഒന്നും പാടില്ല. ഇപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ എല്ലാ ഗ്രൂപ്പ് മെമ്പേഴ്സ് ഉണ്ട്, എല്ലാ ഗ്രൂപ്പും ഉണ്ട്. സോ ഇപ്പൊ ഞാൻ പറയുന്ന കാര്യമെല്ലാം ശ്രദ്ധിച്ചിരിക്കുക, എല്ലാവരും പ്രിപ്പയർ ആയിട്ടിരിക്കുക. ഇനി എന്റെ ക്ലാസ് ചിലപ്പോ അടുത്ത ടൈം ചിലപ്പോൾ എനിക്ക് അതിന്റെ നെക്സ്റ്റ് വീക്ക് ആയിരിക്കുമല്ലോ എന്ന് പ്രതീക്ഷിച്ച് അന്ന് പ്രിപ്പയർ ചെയ്യാം എന്നാരും വിചാരിക്കേണ്ട. സപ്പോസ് ആരെങ്കിലും ആബ്സെന്റ് ആണെങ്കിൽ ക്ലാസ് മുന്നോട്ട് പോകണ്ടേ? സോ അപ്പോ ആ ക്ലാസ്സിൽ ഏത് ഗ്രൂപ്പാണോ ഉള്ളതെന്ന് വെച്ചാൽ അവരെടുക്കേണ്ടി വരും. ക്ലിയർ ആണല്ലോ? ഞാൻ എടുക്കില്ല കേട്ടോ. ഞാൻ നിങ്ങൾക്ക് ഇപ്പൊ ഈ പോർഷൻ തന്നു, ഇനി ഞാൻ ആ പോർഷൻ എടുക്കില്ല. കാരണം നിങ്ങൾക്കൊരു കാര്യം ഞാൻ തന്നതാണ്, അത് നിങ്ങൾ കറക്റ്റ് ആയിട്ടും നല്ല രീതിയിലും ചെയ്യേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട്. അത് നിങ്ങൾ അത്രയും നല്ല രീതിയിൽ ചെയ്യാൻ നോക്കുക. കാരണം ഒരു ക്ലാസ്സിൽ അങ്ങനെ ഉണ്ടായിരുന്നാണ് കേട്ടോ. അവർക്ക് എടുക്കാൻ മടിയായിട്ടായിരിക്കാം അവർ സ്റ്റുഡൻസ് കുറച്ചുപേര് ആബ്സെന്റ് ആയിരുന്നു. ക്ലാസ് അങ്ങോട്ട് മുന്നോട്ട് കുറച്ചങ്ങോട്ട് പോയി. കാരണം നിങ്ങൾ ക്ലാസ് എടുക്കും എന്നൊരു ഇതിലാണ് ഞാൻ വരുന്നത്. സോ അതിനു വേണ്ടിയായിരിക്കും ഞാൻ പ്രിപ്പയർ ആയിട്ട് വരുന്നത്. ആ ടൈമിൽ ക്ലാസ് ഇല്ല, അവരില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഓക്കെ, അന്ന് ഞാൻ വേറെ ടോപ്പിക് എടുത്ത് ഞാൻ അങ്ങനെ പോയി. പിറ്റേ ദിവസവും ചെന്നപ്പോ നെക്സ്റ്റ് വീക്കിൽ ചെന്നപ്പോ അപ്പോഴും അവരില്ല. പിന്നീട് എന്താണ് ഞാൻ പറഞ്ഞു, ഞാൻ എടുക്കില്ല. കാരണം നമ്മളൊരു കാര്യം ഇപ്പൊ ഞാൻ ടീച്ചറോ മെന്ററോ എങ്ങനെയാണ് നിങ്ങളെ കാണാം. പക്ഷെ ഞാൻ ഒരു കാര്യം നിങ്ങളെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അത് നല്ല രീതിയിൽ ചെയ്യേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്ക് ഉണ്ട്. ഉണ്ടോ ഇല്ലയോ? ഉണ്ടോ? ഉണ്ട് മാം. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് വേണ്ടി തന്നെയാണ് അല്ലെ. നിങ്ങൾക്ക് ഇപ്പൊ ക്ലാസ് എടുത്തുകൊണ്ട് ഒരു നഷ്ടവും വരാൻ പോകുന്നില്ല. അത്രയും നിങ്ങൾക്ക് അതിനെ കുറിച്ച് അറിവ് കിട്ടേ ഉള്ളൂ. കുറച്ചൊരു എക്സ്പീരിയൻസ് ആകുകയും ചെയ്യും. നിങ്ങൾക്ക് ആ ഒരു ക്ലാസ് എടുക്കുന്ന ആ ഒരു സെക്ഷനിൽ കുറച്ചൊരു എക്സ്പീരിയൻസ് കിട്ടും. സോ എല്ലാം നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ പറയുന്നത്, എനിക്ക് വേണ്ടിയിട്ടല്ല ഒന്നും. ഓക്കെ, അതുകൊണ്ട് വളരെ നല്ല രീതിയിൽ ചെയ്യേണ്ട ഉത്തരവാദിത്വം ഇപ്പോഴും ഞാൻ പറയാൻ റെസ്പോൺസിബിലിറ്റി നിൽക്കുന്നുണ്ട്. സോ മാക്സിമം ക്ലാസ് ഇനി അങ്ങോട്ട് എല്ലാ ക്ലാസ്സും നിങ്ങളെ ഹാൻഡിൽ ചെയ്യണം കേട്ടോ. ഇപ്പോ നിങ്ങൾ ക്ലാസ്സിൽ ആരെങ്കിലൊക്കെ ലീഡർ ഉണ്ടാവുമല്ലോ. ലീഡർ ഉണ്ടോ ക്ലാസ്സിൽ? ഇല്ല മാം. ക്ലാസ് ലീഡർ ഒന്നുമില്ല. ആരെങ്കിലും ഒന്നും അങ്ങനെ ഒരാൾ വേണം കേട്ടോ. ക്ലാസ് ഒന്ന് കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുവരാണ് ഉണ്ടെങ്കിൽ നല്ലതായിരുന്നു. കാരണം ഇനിയിപ്പോ ഉണ്ടെങ്കിൽ ആ ലീഡർ ചോദിക്കും ഇപ്പൊ നെക്സ്റ്റ് ക്ലാസ് ഇംഗ്ലീഷ് ക്ലാസ്സിൽ ആരുടെ ക്ലാസ് എടുക്കാന്നൊക്കെ ചോദിച്ച് അതൊന്ന് ഫിക്സ് ചെയ്തൊക്കെ വെക്കും. മനസ്സിലായോ? അപ്പൊ ഞാൻ ക്ലാസ്സിൽ വരുമ്പോൾ ഓക്കെ, നിങ്ങൾക്ക് അങ്ങനെ ലീഡർ അങ്ങനെ വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആരെങ്കിലും ഒന്ന് അതൊന്ന് പ്രിഫർ ചെയ്യാം. ആരാണെന്ന് വെച്ചാൽ അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രം, നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ മാത്രം. അല്ലെങ്കിൽ ഓക്കെ, ക്ലാസ് എന്തെങ്കിലും മുന്നോട്ട് പോകണമെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ശ്രുതിയെ ലീഡറാക്കാം. ഓക്കെ ആണോ എല്ലാവർക്കും? ഓക്കെ, അപ്പൊ വലിയ ഭൂരിപക്ഷത്തോടു കൂടി ശ്രുതി ലീഡർ ആയിരിക്കുകയാണ്. ഓക്കെ ശ്രുതി, ക്ലാസ് നല്ല. ഇനി ശ്രുതിനോട് ഞാൻ പറയാം. അപ്പൊ ലീഡറോട് പറയാൻ കാര്യങ്ങൾ. ക്ലാസ് നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം. ഓക്കെ, ഓരോ കാര്യങ്ങളും കോർഡിനേറ്റ് ചെയ്യാം. പ്രയർ ആണെങ്കിലും എല്ലാം നിങ്ങൾ ചെയ്യുന്നില്ല എന്നല്ല, ചെയ്യുന്നുണ്ട്. പക്ഷെ എല്ലാം നല്ല രീതിയിൽ കോർഡിനേറ്റ് ചെയ്യുക. ഞാൻ പറഞ്ഞു ഇംഗ്ലീഷ് ക്ലാസ്സിൽ മെയിൻ ആയിട്ട് ഇംഗ്ലീഷ് പ്രയർ നോക്കാം. പിന്നെ ക്ലാസ്സിൽ എന്തെങ്കിലും ടോപ്പിക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ റെഡിയാക്കി വെക്കുക. ആരൊക്കെ പ്രസന്റ് ചെയ്യുന്നുണ്ട്, പ്രസന്റ് ചെയ്യാൻ പറയാ. എല്ലാവരോടും മടി കാണിക്കരുതെന്ന് പറയാം. കാരണം ഇതെല്ലാം നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണെന്നെല്ലാം നിങ്ങൾക്ക് തന്നെ അറിയാം. സെക്കൻഡ് ലീഡറും കൂടി വേണം കേട്ടോ. സെക്കൻഡ് ലീഡർ സജന. ഓക്കെ, സജന എവിടെ? സജന എവിടെ? ലീഡറായി. സജന ഇന്ന് ആബ്സെന്റ് ആണ്. ഓക്കെ, സജനോട് പറഞ്ഞേക്കും ലീഡർ ആക്കിയെന്ന് പറയും, സെക്കൻഡ് ലീഡർ ആക്കിയെന്ന് പറയും. രണ്ടുപേരായിട്ടെ ലീഡർ, ഒരാളിൽ നിന്ന് മറ്റൊരാള്. ഓക്കെ, ഇനി നെക്സ്റ്റ് വീക്ക് മുതൽ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാണ് അല്ലെ. ടോപ്പിക് ഞാൻ തന്നു, ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ ആരൊക്കെ ഉണ്ടാകും, ആരൊക്കെ ആബ്സെന്റ് ആകും എന്ന് നിങ്ങൾ ആദ്യം തന്നെ മുൻകൂട്ടി ശ്രുതിയോട് പറയാം. ഇനിയിപ്പോ ഫസ്റ്റ് ഗ്രൂപ്പിൽ ആരെങ്കിലും ആബ്സെന്റ് ആയാലും നെക്സ്റ്റ് ക്ലാസ് എടുക്കേണ്ട ആരെങ്കിലും ആബ്സെന്റ് ആയെങ്കിൽ ശ്രുതിയോട് നേരെ പറയാം. അപ്പൊ ശ്രുതി എന്ത് ചെയ്ത് അത് വേറെ ഗ്രൂപ്പില് അത് ഹാൻഡ് ഓവർ ചെയ്യും. അവർ ക്ലാസ് എടുക്കും. ക്ലാസ് ഒരിക്കലും മിസ്സാക്കരുത്, അത്രയും എനിക്ക് വേണ്ടുള്ളൂ. മനസ്സിലായല്ലോ? ക്ലാസ് ഒരിക്കലും മിസ്സാകരുത് കേട്ടോ. ആരും പ്രസന്റ് ഇല്ലാത്തൊരു സിറ്റുവേഷൻ ഒരിക്കലും വരരുത്. ഓക്കെ, കാര്യങ്ങളെല്ലാം മനസ്സിലായല്ലോ? അപ്പൊ ഇനി ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. മനസ്സിലായി. അപ്പൊ നല്ല ആക്റ്റീവായ ഒരു ബാച്ചായിട്ട് മുന്നോട്ട് പോവാട്ടോ. ഇവിടെ ആക്റ്റീവായിട്ടിരിക്കുക ക്ലാസ്സിൽ. ഓക്കെ, എല്ലാ ടീച്ചേഴ്സിനെ കൂടെ പറയിപ്പിക്കണം.
MT13 ബാച്ച് ആക്റ്റീവായ ബാച്ച് ആണെന്ന് പറയണം. ഓക്കെ, ഷുവർ ഇപ്പോ മാം. ഇപ്പോ നിലവില് ഏറ്റവും ആക്റ്റീവായിട്ട് ഒരു ബാച്ച് ഞങ്ങൾക്കുണ്ട് MT8. ഓക്കെ, അപ്പൊ അതേപോലെ എല്ലാവരും കൂടെ പറയിപ്പിക്കണം MT13 ആക്റ്റീവ് ആണ് എന്ന് പറയിപ്പിക്കണം. ഓക്കെ, യെസ് മാം. സോ മടി മാറ്റാ എല്ലാവരും ആക്റ്റീവ് ആയിട്ടിരിക്കും ക്ലാസ്സിൽ. പേടിയൊന്നും വേണ്ട, കൂൾ ആയിട്ടിരിക്കും. ഓക്കെ ഓക്കെ, സോ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. സൈൻ ഔട്ട് പറയൂ. ആരാ സൈൻ ഔട്ട് ആരാ? ഞാനാണ് മാം. യെസ്, ഓക്കെ സൗമ്യ. Good morning, everyone. I am Soumya Tony, and it is my privilege to deliver in the sign out. Our today's class about topic the prepositions. I just wanted to say thank you for your hard work in teaching our online class. I really appreciate your passion and dedication. I know online teaching can be challenging, but you have done a great job making our class engaging and accessible. Thank you, ma'am. ഓക്കെ ഓക്കെ, താങ്ക് യു. പിന്നെ ഒരു കാര്യം, കോൺഫിഡൻസ് എന്ന് പറയുന്ന ടോപ്പിക്കിനെ കുറിച്ച് ആരും പ്രസന്റ് ചെയ്തിട്ടില്ല. അതും ശ്രുതി ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ മാം. ഓക്കെ മാം. അത് നമുക്ക് എന്തായാലും പറയണം, മസ്റ്റ് ആണ് പറയുന്നത് കേട്ടോ. മലയാളം ആണെങ്കിൽ മലയാളം, ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷ്. എന്തായാലും ആ ടോപ്പിക്ക് നമുക്ക് ഒരു ദിവസം അത് പ്രസന്റ് ചെയ്യണം എല്ലാവരും. അത് നിങ്ങൾ റെഡി ആയിട്ട് വരും. ഓക്കെ ഓക്കെ മാം. ഓക്കെ മാം. ഓക്കെ, സോ താങ്ക് യു ഓൾ. സീ യു നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ, ബൈ. താങ്ക് യു മാം. ഹാവ് എ നൈസ് ഡേ മാം. Thank you, ma'am.